രചന അൻഷദ് അബു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം ഊഞ്ഞേരി. തിരക്കൊഴിഞ്ഞ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ആ ചാരുബെഞ്ചിൽ അമർന്നിരുന്നുകൊണ്ട് കാർത്തിക തന്റെ മോതിരവിരലിലെ ആ ചുവന്ന കല്ലിൽ ചുംബിച്ചു. വരാനിരിക്കുന്ന കല്യാണരാമനെ കുറിച്ച് ഓർത്തപ്പോൾ കാർത്തികയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അമ്മാമ്മയുടെ നിർബന്ധമായിരുന്നു കൊച്ചുമോളുടെ കല്യാണം അത് മൂകാംബികയിൽ വെച്ച് തന്നെ ആയിരിക്കണം എന്നുള്ളത്. കാർത്തിക മോതിരക്കല്ലിൽ കൈവിരലോടിച്ചുകൊണ്ട് അമ്മാമ്മയെ ഒന്ന് ഇടം നോക്കി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. വരുന്ന വ്യാഴാഴ്ചയാണ് കാർത്തികയുടെയും അരവിന്ദന്റെയും കല്യാണം. അരവിന്ദ് 6 അടി പൊക്കമുള്ള ഒരു അമേരിക്കക്കാരനാണ്. കാർത്തികയുടെ അങ്കിൾ വഴി വന്ന ആലോചനയാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പെണ്ണ് കണ്ട് 3-ന്റെ അന്ന് എൻഗേജ്മെന്റ്, 11-ന്റെ അന്ന് കല്യാണവും. കല്യാണത്തിനായുള്ള യാത്രയാണ് റെയിൽവേ സ്റ്റേഷനിൽ. പാറി പറന്നിടന്ന കാർത്തികയ്ക്ക് പെട്ടെന്നുള്ള ഒരു അടിയായാണ് ആദ്യം ഇത് തോന്നിയത്. അടുത്തിടപഴകാനോ നന്നായിട്ടൊന്നും സംസാരിക്കാനോ പോലും അവസരം കിട്ടിയിട്ടില്ല. അതിനുള്ള സമയം അരവിന്ദനും ഇല്ല. കാർത്തിക് ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഈ യാത്ര തന്നെ ഒന്ന് ട്രെയിനിലാക്കിയത്. അല്പം മൂശേട്ടക്കാരനാണ് അരവിന്ദ്. എന്തായാലും കല്യാണം കഴിഞ്ഞ് ശരിയായി കൊടുക്കാം. കാർത്തിക മനസ്സിലോർത്തുകൊണ്ട് റെയിൽവേ പാളത്തിന്റെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. 11:20 ട്രെയിന്. അനൗൺസ്മെന്റ് ശബ്ദം നല്ലപോലെ ആവർത്തന വിരസത ഉണ്ടാക്കുന്നുണ്ട്. കാർത്തിക ഫോൺ കയ്യിലെടുത്ത് വെറുതെ അരവിന്ദന്റെ FB പ്രൊഫൈൽ ഒന്നുകൂടെ പരതി. ആളങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നല്ല. എങ്ങനെയാ ഒന്ന് വിളിച്ച് സംസാരിക്കത്ത് പോലുമില്ല. എപ്പോ നോക്കിയാൽ അമേരിക്കൻ പൊങ്ങച്ചോ പറഞ്ഞ് നടക്കും. കാർത്തിക് ഉള്ളിലൊന്ന് ചിരിച്ചു. വരുന്ന വരട്ടെ, ഒന്നില്ലെങ്കിൽ അമേരിക്കയിലെ സെറ്റിലും ആവാലോ. കല്യാണാനുമോദനങ്ങൾ കൊണ്ട് FBയും വാട്സാപ്പും നിറയുന്നു. മോളെ, അവരെത്തി. കാർത്തികയുടെ അമ്മയാണ്. തൊട്ടകലെ അരവിന്ദനും കുടുംബവും നടന്നു വരുന്നുണ്ട്. കാർത്തിക മെല്ലെ എണീറ്റു. കല്യാണ ചെറുക്കൻ്റെ ഒരു കോലം. ഒരു കുട്ടി നിക്കറും അമേരിക്കൻ ഫ്ലാഗ് പതിപ്പിച്ച ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും വട്ടത്തൊപ്പിയും. ഉള്ളിൽ അയ്യെന്നൊരു ചിന്ത വന്നെങ്കിലും കാർത്തിക ഒന്നും പുറത്തു കാണിക്കാതെ ഒരു ചിരിയും പാസ്സാക്കി നിന്നു. ട്രെയിൻ അനൗൺസ്മെന്റിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. തങ്ങളുടെ ട്രെയിൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. എസ്കലറേറ്ററിലൂടെ കയറി ഇറങ്ങി. ട്രെയിനിലേക്ക് കയറാൻ ധൃതി കാണിച്ചുകൊണ്ട് എല്ലാവരും നടന്നെടുത്തു. കാർത്തികയുടെ അച്ഛന് എല്ലാവരെയും സീറ്റ് നമ്പർ നിർദ്ദേശിച്ചിരിക്കാൻ ഉപദേശിച്ചു. ട്രെയിൻ കൂകിവിളിയോടെ ഇഴഞ്ഞു നീങ്ങുന്നു. കച്ചവട തന്ത്രം പഠിച്ച പലരും പല സാമഗ്രികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. കാർത്തിക സൈഡ് വിൻഡോ സീറ്റിലോട്ട് മാറിയിരുന്നു. കാർത്തികയുടെ ആ വരവ് പ്രതീക്ഷിച്ച പോലെ തന്റെ ബാഗും കാലൊക്കെ ഒതുക്കി വെച്ച് മറുവശത്തെ ആ പെൺകുട്ടി കാർത്തികയ്ക്ക് ഇരിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു. കാർത്തിക അവൾ നോക്കിയൊന്ന് ചിരിച്ചു. അവൾ തിരിച്ചു. പാർവതി, അവൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ കാർത്തിക. എങ്ങോട്ടാ? കാർത്തിക തിരക്കി. മൂകാംബിക, എൻ്റെ വിവാഹമാണ്. പാർവതി അല്പം നാണത്തോടെ പറഞ്ഞു. ആണോ? എൻ്റെയും വിവാഹം വ്യാഴാഴ്ച. അങ്ങോട്ടുള്ള പോക്കാം. കൊള്ളാലോ. എൻ്റെയും വ്യാഴാഴ്ചയാണ്. പുള്ളിക്കാരൻ്റെ അമ്മയുടെ നേർച്ചയാണ് മൂകാംബിയിൽ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത്. അതാ. രണ്ടുപേരും നിഷ്കളങ്കതയോടെ ചിരിച്ചു. പുള്ളി എവിടെ? പാർവതി തിരക്കി. തള്ളവിരൽ ഉയർത്തി പുറകോട്ട് കാട്ടിക്കൊണ്ട് കാർത്തിക ആക്ഷൻ കാണിച്ചു. പാർവതി ഒന്ന് ഏന്തി വലിഞ്ഞു നോക്കിയിട്ട് കണ്ടു എന്ന ഭാവത്തിൽ കാർത്തികയെ നോക്കി ഒന്നുകൂടി ചിരിച്ചു. തൻ്റെ ആളോ? കാർത്തിക ആകാംക്ഷയോട് തിരക്കി. ഏട്ടനും ഫാമിലിയും കോട്ടയിൽ നിന്ന് കയറുന്നത്. ഇതെന്താ നോവലാണ്? പാർവതിയുടെ കയ്യിലെ പുസ്തകത്തെ കണ്ണുകൊണ്ട് ചൂണ്ടിക്കാട്ടി കാർത്തിക ചോദിച്ചു. അല്ല, ആക്ച്വലി ഇതെന്റെ ഏട്ടന്റെ പ്രണയതയാണ്, എന്റെ മയിൽപ്പീലിക്ക്. ഇതും പറഞ്ഞ് പാർവതി ഒന്ന് പുഞ്ചിരിച്ചു. ഏട്ടന്റെയോ എന്ന് വെച്ചാൽ? കാർത്തികയുടെ സംശയം. ഏട്ടൻ്റെ എന്ന് വെച്ചാൽ എന്നെ താലിയിട്ടാൻ പോകുന്ന എന്റെ ഏട്ടന്റെ പ്രണയത. കാർത്തിക ഒന്നും മിണ്ടാതെ ഒരു നിമിഷം ഇരുന്നു. പാർവതി തുടർന്നു. പ്രണയകഥയാണ്, പക്ഷെ എന്നോടുള്ളതല്ല കേട്ടോ. ഏട്ടൻ സ്നേഹിച്ചിരുന്ന, ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയോടുള്ള സ്നേഹത്തിന്റെ കഥ. തിരിച്ചറിയാതെ പോയ ഒരു 100 ഓർമ്മകളുടെ കഥ. ഒന്നും മനസ്സിലാവാതെ കാർത്തിക അങ്ങനെ തന്നെ ഇരുന്നു. ഇപ്പോഴും സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെയോ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ആണിടും. എല്ലാ പെൺകുട്ടികളും ഒരുപാട് പ്രതീക്ഷയോടെയല്ലേ കല്യാണ മണ്ഡപത്തിൽ കയറുന്നു. എനിക്ക് പ്രതീക്ഷയേക്കാളേറെ ആഗ്രഹമാണ് ആ മനുഷ്യന്റെ സ്നേഹം ആ കുട്ടിയൊന്നും തിരിച്ചറിയണമെന്ന്. ഏതൊരാൾ ആഗ്രഹിച്ചു പോകും അതുപോലെ ഒരാളെ ജീവിതത്തിൽ കിട്ടാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് പാർവതി ഓർമ്മകളെ സ്വതന്ത്രമാക്കി പറക്കാൻ വിട്ടുകൊണ്ട് മെല്ലെ കണ്ണുകൾ അടച്ചുകൊണ്ട് ചാഞ്ഞിരുന്നു. പാർവതിയുടെ ഓർമ്മകളിൽ ശിവയായിരുന്നു. പെണ്ണ് കാണാൻ വന്ന ശിവ കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ശിവയുടെ നോട്ടം പതിഞ്ഞതും ജനാലവാതിലൂടെ തന്നെ നോക്കിയ പാർവതിയിലായിരുന്നു. ചമ്മിയ മുഖവുമായി പാർവതി ഇറങ്ങി താഴോട്ടൊരു ഓട്ടം. നാണത്താൽ മടിച്ചിരുന്ന പാർവതിയെ അമ്മയാണ് ചായ ട്രെയിൻ കയ്യിലേൽപ്പിച്ച് ഉന്തിത്തള്ളി വിട്ടത്. തെളിച്ചമില്ലാത്ത മുഖമായിരിക്കുന്ന ശിവ കയ്യിലെ ചായ ട്രെയിൽ നിന്ന് കപ്പെടുത്ത് മുഴുവിക്കുന്നതിന് മുന്നേ എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണമെന്നൊരു പറച്ചിലും. ആരും പ്രതീക്ഷിക്കാത്ത ശിവയുടെ ആ സംസാരത്തിൽ പാർവതി ശരിക്കൊന്ന് ഞെട്ടി. അമ്പരപ്പ് മാറാതെ പാർവതി ദയനീയ ഭാഗത്തോടെ അമ്മയും അച്ഛനെയും മാറി മാറി നോക്കി. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണല്ലോ. ശിവയുടെ അമ്മാവിന്റെ വക നിരസം നിറഞ്ഞൊരു കമന്റ്. മറുപടി കാത്തിൽക്കാതെ ചായക്കപ്പ് ടേബിൾ വെച്ച് ശിവ പുറത്തോട്ടിറങ്ങി. ആന്തൂറിയം നട്ടുനനച്ച മുറ്റത്ത് മാറ്റുകൂട്ടുന്ന ഒരു ഇരട്ടപ്ലാവ്. അതിന്റെ നിഴൽ പറ്റി ചേർന്ന് നിന്നുകൊണ്ട് ശിവ നിൽക്കുകയാണ്.
തിരിഞ്ഞു നോക്കി ജാളിതയോടെ വന്ന പാർവതി തന്റെ വരവ് അറിയിക്കാനെന്നോണം ഒന്ന് കാൽപാത ഉരച്ച് ശബ്ദമുണ്ടാക്കി. ഹായ്. ഉറച്ച ശബ്ദത്തിൽ ശിവർ സ്റ്റാർട്ടിങ്ങായി പറഞ്ഞൊപ്പിച്ചു. പാർവതി എന്നല്ലേ പേര്? അമ്മാവൻ പറഞ്ഞായിരുന്നു. എൻ്റെ പേര് ശിവ. ഞാൻ ആദ്യമാണ് ഇങ്ങനൊരു സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയതെന്ന് അറിയില്ല. സി പാർവതി, അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിങ്ങനെ. ആക്ച്വലി ഞാൻ മാനസികമായിട്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നല്ല, സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കൂടുതൽ ശരി. അവൾ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണോ, അവളുടെ മനസ്സിൽ ഞാനുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഒന്നറിയാം, എനിക്കിഷ്ടമാണ്. മറക്കാനും മായ്ക്കാനും ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനോ ഓടിയൊളിക്കാനോ പറ്റിയിട്ടുമില്ല. ഇതൊക്കെ ഇപ്പോഴാണോ ഇങ്ങനെയാണോ പറയേണ്ടതെന്നും എനിക്കറിയില്ല. എൻ്റെ പ്രണയം ഞാൻ സൂക്ഷിക്കുന്നത് ഈ കടലാസുകളിലാണ്. ഇതും പറഞ്ഞ് ശിവ കാർ ഡോർ തുറന്ന് ഒരു ഡയറി എടുത്ത് പാർവതിക്ക് നേരെ വെച്ച് നീട്ടി. മടിച്ചു നിന്ന പാർവതിയോട്, ഡോ ഇതൊന്ന് വായിക്കണം, എന്നിട്ടൊരു തീരുമാനം അറിയിക്കണം. വിഷമിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, സോറി. ഇത്രയും പറഞ്ഞ് ശിവ അമ്മയെന്ന് ഉറക്കി വിളിച്ചു. അമ്മ ഇറങ്ങാം, പാർവതി ആലോചിച്ചിട്ട് പറയും. എന്നാൽ ശരി, കാണാം എന്നും പറഞ്ഞ് ശിവ കാറിൽ കയറി ഓടിച്ച് മുന്നോട്ട് പോയി. എല്ലാ ഞൊടിയുടക്കളിലും സംഭവിച്ചു. സ്തംഭിച്ചു നിൽക്കുന്ന പാർവതിയെ അവളുടെ അമ്മയാണ് തോളത്തട്ടി ഉണർത്തിയത്. പൊതുവെ വായാടിയായ പാർവതിക്ക് സൈലന്റ് ആകേണ്ടി വന്ന നിമിഷങ്ങളായിരുന്നു ശിവ സമ്മാനിച്ചത്. എന്നാലും ശിവയുടെ ആ രീതി, സ്റ്റൈല്, ആറ്റിറ്റ്യൂഡ് എല്ലാം പാർവതിക്ക് നന്നായി ബോധിച്ചു. ശിവയുടെ വാക്കുകൾ ഓരോന്നും മനസ്സിൽ അലയടിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. മാറോട് അണച്ചു പിടിച്ച ആ ഡയറിയുടെ താളുകൾ മറിക്കാനുള്ള ആവേശത്തിൽ പാർവതി അതുമായി അകത്തേക്ക് ഓടി. നീല പൂക്കൾ വിരിച്ച പോലെയുള്ള ആ കിടക്കയിലേക്ക് അവൾ ആ ഡയറി കുറിപ്പുമായി കമിഴ്ന്നു. ആ ഡയറിയിലെ പുറംചട്ടയിലും തഴുകി. എന്റെ മയിൽപ്പീലിക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം വരച്ചു കാണിച്ച പോലെയുള്ള ശിവയുടെ കുറിപ്പുകളിലൂടെ പാർവതി അവളെ കാണാൻ ശ്രമിക്കുകയായിരുന്നു. ഓരോ വരികളിലും ശിവയുടെ മനസ്സ് കീഴടക്കിയ ആ പെൺകുട്ടിയുടെ ചിത്രം തെളിയുന്നത് പാർവതി അറിഞ്ഞു. അവളോടുള്ള പ്രണയമാണോ ആരാധനയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വരികൾ. കവിതകളിലും സന്ദർഭങ്ങളിലും അവളോടുള്ള അടങ്ങാത്ത അഭിനിവേശം നിഴലിച്ച് കാണാം. അവളെ അറിയാതെ അവളെ സ്നേഹിക്കുന്ന ദിനരാത്രങ്ങൾ, പ്രണയം പറയാൻ മടിച്ചു നിന്ന ഇടവഴികൾ, അവളെ അറിയാതെ അവളെ പിന്തുടർന്ന സായാഹ്നങ്ങൾ, ഒന്ന് കാണാൻ മാത്രമായി ഓടിത്തളർന്നിരുന്ന മരച്ചില്ലകൾ, അവൾക്കായി രക്ഷകവേഷം കെട്ടിയ സന്ദർഭങ്ങൾ, അവളുടെ ചന്ദനക്കുറിയെയും നുണക്കുഴി കവിളിനെയും കുറിച്ചുള്ള വർണ്ണനകൾ, മുടിയിഴകളെക്കുറിച്ച്, അങ്ങനെ 1000 ജന്മം ഒരുമിച്ച് കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്ത വസ്തുതകൾ വരെ ശിവ അക്ഷരങ്ങൾ കുറിച്ചിട്ടേക്കുന്നു. ഒരു ജൂനിയർ വിദ്യാർത്ഥിയോട് തോന്നുന്ന ഒരു ക്യാമ്പസ് പ്രണയമല്ല അതെന്ന് വായിക്കുന്നയാർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഏതൊരു പെണ്ണിലും അസൂയ ജനിപ്പിക്കുന്ന പ്രണയം. പാർവതി പരിസരം മറന്നുകൊണ്ട് ആ വരികളിൽ ലയിച്ചിരിക്കുകയാണ്. അവൾ ആ സ്നേഹമൊന്ന് തിരിച്ചറിയണം, അവൻ്റെ ആവണമെന്ന് പാർവതി പോലും ആഗ്രഹിച്ച നിമിഷങ്ങൾ. ഒരാണിന് താൻ എഴുതിയതിലൂടെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ പറ്റുമോ? ശിവക്ക് ആ പെൺകുട്ടിയുടെ തൻ്റെ പ്രണയം തുറന്നു പറയാൻ പോലും കഴിഞ്ഞില്ലല്ലോ. കൂട്ടുകാരോടൊപ്പം ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന അവിടെ അരികത്തായി പ്രണയം പറയാൻ ചമ്മലോടെ നടന്നെടുക്കുന്ന ശിവ. അവളെ ശ്രദ്ധിച്ച ശിവ അവൾക്കായി കൊണ്ടുവന്ന ആ റോസാപ്പൂവിനെ കൈവെള്ളയിൽ ഞെരിക്കേണ്ടി വന്നതും ആ അക്ഷരക്കൂട്ടങ്ങളിൽ കാണാം. പ്രണയം പറഞ്ഞു വരുന്ന ഒരുത്തനെയും ഞാൻ സ്വീകരിക്കില്ലെന്നും അങ്ങനെ പറയുന്ന ആൺകുട്ടികളോട് തനിക്ക് വെറുപ്പാണെന്നും എനിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയാൽ ഞാൻ അങ്ങോട്ട് ചെന്ന് പറയുമെന്നൊക്കെ കൂട്ടുകാരികളോട് പറഞ്ഞിട്ട് പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്ന അവളിൽ നിന്നും ഒരു വാക്കുപോലും മിണ്ടാതെ തിരിഞ്ഞടക്കാനാണ് ശിവ ശ്രമിച്ചതും. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നഷ്ടപ്പെടുന്നതിലും നല്ലതെന്ന് അവനും തോന്നിക്കാണണം. ആ പ്രണയത്തെ നെഞ്ചത്ത് വെച്ച് ഒളിപ്പിക്കുകയാണ് ശിവ ചെയ്തത്. ആ താളുകളിൽ അവൻ സൂക്ഷിച്ച ആ നീല തൂവാലക്കുള്ളിലെ കരിഞ്ഞുണങ്ങിയ ആ റോസാപ്പൂവിതളുകൾക്ക് അവളുടെ മുടിയിഴകളുടെ മണമായിരുന്നു. ക്യാമ്പസ് ലൈഫിലെ തെമ്മാടിക്കൂട്ടത്തിൽ അകപ്പെട്ട അവളിൽ നിന്നും തലയിൽ ചൂടിയ ആ പൂവിനെയും കയ്യിലെ തൂവാലയും വഷളത്തരത്തിൽ ആരോ കൈക്കലാക്കിയതാണ്. തൻ്റെ പെണ്ണിന്റെ കണ്ണ് കലക്കിയവന്റെ വായിൽ നിന്നും ചോര വരുത്തിയപ്പോഴും പിന്നീട് അവളുടെ ഓർമ്മക്കായി ആ തൂവാല അവന്റെ കയ്യിലെ സ്ഥിരം കാഴ്ചയായപ്പോഴും അവൾ അവനിൽ നിന്നും ഏറെ അകലെ തന്നെയായിരുന്നു. അവളെ കാണാൻ മാത്രമായി നടത്തുന്ന ബസ് യാത്രകളും അവളറിയാതെ അവളെ അറിയുന്ന നിമിഷങ്ങളെക്കുറിച്ചും നിലാവിന്റെ വെള്ളി വെളിച്ചത്തിൽ അവളുടെ മുഖമൊന്ന് കാണാൻ പാതിരാവെന്നോർക്കാതെ ആ പുളിമാവിന്റെ കൊമ്പത്ത് വലിഞ്ഞു കയറിയതും കൊമ്പൊടിഞ്ഞ് നിലത്ത് വീണ ശിവ ഓടിയൊളിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയലത്തെ വീട്ടുവളപ്പിൽ ഒളിച്ചതും അല്പം കണ്ണീര് നനവുള്ള ഓർമ്മയായി കാണാം. അവളിടുന്ന ചന്ദനക്കുറിയോടുള്ള പ്രണയമൂത്ത് കൂട്ടുകാരികളെ കൊണ്ട് ചന്ദനം തൊടുവിപ്പിക്കുന്നതും പതിവായുള്ള സുഖമുള്ള ഓർമ്മകൾ തന്നെ. സങ്കല്പ കഥകളിലെ രാജകുമാരിയെ പോലെ ശിവയുടെ ആഗ്രഹങ്ങൾ ചിന്തകളിലൂടെ അവൻ മെനഞ്ഞെടുക്കുകയായിരുന്നു. 6 മാസത്തോളം കണ്ണും കേട്ടും മനസ്സിൽ കൊണ്ടുനടന്ന അവളെ പിന്നെ ശിവ കണ്ടിട്ടില്ല. പൂനെയിലോട്ട് കുടുംബത്തോടെ അവളെ പറിച്ചേട്ടപ്പോൾ ശിവയുടെ നെഞ്ചിൽ അവൾ ആഴത്തിൽ വേരുറച്ച് പടരുകയായിരുന്നു. അവന്റെ ഏകാന്തതയിൽ അവന് കൂട്ടുകാരിയായി എന്നും അവളുണ്ടായിരുന്നു. അവന്റെ മുടികളെ തലോടിക്കൊണ്ട് അവനോടൊന്ന് ചാഞ്ഞിരിക്കാനും മനമടുപ്പിക്കുന്ന ബൈക്ക് യാത്രകളിൽ അവനോട് അമർന്നിരുന്ന കിന്നാരം പറയാനും തണുത്ത് വിറങ്ങലിക്കുന്ന മഴപ്പെയ്ത്തിൽ ആശയോടെ അവന്റെ നെഞ്ചത്ത് പടരാനും
ഇന്നും അവൻ്റെ ലോകത്ത് അവളുണ്ടായിരുന്നു. പ്രണയം, ഭ്രാന്തമായ പ്രണയം. അവനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രണയം. ഓരോ നിമിഷവും മാറ്റുകൂട്ടുന്ന ചിന്തകളിലെ സ്വർണ്ണമയിലിന് അവളുടെ മുഖവും കാന്തിയും. കൈവിരലുകൾ തോളത്തട്ടിയപ്പോഴാണ് പാർവതി ഓർമ്മകളിലെ പടവുളിറങ്ങി കണ്ണു തുറന്ന്. കാർത്തികയാണ്. എന്തുപറ്റി? ഏയ് ഒന്നുമില്ല, ഓരോന്ന് ഓർത്തിരുന്നു പോയി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കിതൊന്ന് വായിക്കാൻ തരാമോ? എനിക്കൊരു പ്രണയം ഇതുവരെ ഉണ്ടായിട്ടില്ല. കേട്ടപ്പോൾ ഒരു ആകാംക്ഷ, ഒന്ന് തരാമോ? ഇച്ചിരി മടിച്ചാണെങ്കിലും പറ്റില്ലെന്ന് പറയാൻ പാർവതിക്കും കഴിഞ്ഞില്ല. ആ ഡയറി കാർത്തിക്ക് നേരെ നീട്ടി പാർവതി കണ്ണടച്ച് ഓർമ്മകളെ വീണ്ടും മേയാൻ വിട്ടുകൊണ്ട് ഒന്നുകൂടെ അമർന്നിരുന്നു. ഡയറി കുറിപ്പിലെ അവസാന താളുകളും പിന്നിട്ട് പാർവതി ബെഡിലൊന്ന് തിരിഞ്ഞു കിടന്നു. അവസാന പേജിൽ ആ പേരും ആ നമ്പരും ഒന്നുകൂടെ അല്പം ഉറച്ചു വായിച്ചു. ശിവ. മൊബൈൽ എടുത്ത് ആ നമ്പർ ഡയൽ ചെയ്ത് കോൾ കണക്ട് ആകുന്നതിന് മുമ്പേ അവളത് കട്ട് ചെയ്തു. ആ കുട്ടിക്ക് ഇങ്ങനെയൊരു പ്രണയത്തെക്കുറിച്ച് അറിയത്ത പോലുമില്ല. ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്താണ് ഉപയോഗം? ആ കുട്ടി ഇപ്പൊ ചിലപ്പോൾ വേറെ ആളുടെ ഭാര്യയെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ മനുഷ്യൻ ആർക്കു വേണ്ടിയാ ഇപ്പോഴും ഇതൊക്കെ ഓർത്ത്? അല്ലെങ്കിൽ ഇങ്ങനെ കാണാതെ അറിയാതെ ഒരാൾ ഇങ്ങനെയൊക്കെ പ്രണയിക്കാൻ പറ്റുമോ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അവർ പരസ്പരം ഒന്ന് അറിഞ്ഞു ഓർമ്മിച്ചാൽ നന്നായിരുന്നു. ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ പറയേണ്ടത്? തോന്നിയൊരു ഇഷ്ടത്തിന് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ അപ്പോൾ സ്വന്തമാക്കിയാൽ ആ പെൺകുട്ടി എങ്ങനെയൊക്കെ സ്നേഹിക്കുമായിരിക്കും? താൻ ഭാര്യയായി കഴിഞ്ഞാൽ എന്നെ എങ്ങനെയാവും സ്നേഹിക്കുക? ഒന്ന് വിളിക്കാം, വായിച്ചു കഴിഞ്ഞ് നേരിട്ടൊന്ന് കാണണം, കണ്ട് സംസാരിക്കാമെന്ന് പറയാം. ഓരോ ചിന്തകളിൽ പാർവതി പൊട്ടിയ പട്ടം പോലെ പാറി. പാർവതി എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. മറുതലക്കിലെ ഹലോ വിളിയിലെ ഗൗരവം പാർവതിയെ ഒന്ന് പതറിക്കാതിരുന്നില്ല. ഹലോ, ഞാൻ പാർവതിയാണ്. ആ, ഇന്ന് രാവിലെ പെണ്ണാണ വന്ന. മുഴുമിക്കാനാവാതെ പാർവതി ഒന്നും മടിച്ചു നിന്നു. അതെ, ഞാൻ ആ ഡയറി മുഴുവൻ വായിച്ചു. അത് തിരികെ ഏൽപ്പിക്കണ്ടേ? അത് പറയാനാ വിളിച്ചത്. അയ്യോ, അത് പറ്റില്ല. കണ്ട് സംസാരിക്കണം. ഞാൻ നേരിട്ട് വന്നോളാം. പെട്ടെന്നുള്ള ആവേശത്തിൽ പാർവതി അറിയാതെ പറഞ്ഞുപോയി. ചെറിയൊരു ലഭ്യതയോടെ പാർവതി തുടർന്നു. അതെ, നാളെ രാവിലെ കാണാൻ പറ്റുമോ? എനിക്കിച്ചിരി ഷോപ്പിംഗ് ഉണ്ട്. അതിനു മുമ്പേ വന്ന് കണ്ട് തന്നിട്ട് പോവാം. ആ ചെറിയ ഗൗരവം പാർവതിക്ക് ഒരുപാട് ഇഷ്ടമായി. പാറു, പാറു, ഒന്നിങ്ങ് വന്നേ. അമ്മയാണ്. പാർവതി താഴേക്ക് വന്നു. മോളെ, നീ എന്താ പറയുന്നത്? അച്ഛൻ ചോദിക്കാം എന്തു പറയണമെന്ന്. ഞാൻ നാളെ പറയാം അമ്മേ, എനിക്കൊന്ന് ആലോചിക്കണം. നാളെ വൈകുന്നേരം പറയാം. ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് അമ്മ അകത്തോട്ട് പോയി. ഹലോ, ഞാൻ പാർവതിയാണ്. ഞാനിവിടുത്തെ മാളിലുണ്ട്, 3rd ഫ്ലോർ കോഫി ഏരിയയിൽ. നടന്നു വരുന്ന ശിവയെ കണ്ണാടിച്ചിലൂടെ കണ്ട പാർവതിക്ക് എന്തോ ഒരു നാണത്തിൽ തെളിഞ്ഞ ചമ്മൽ തോന്നാതിരുന്നില്ല. ഒരു പുഞ്ചിരി നൽകി ശിവയെ ക്ഷണിച്ചുകൊണ്ട് പാർവതി 2 കോഫി ഓർഡർ ചെയ്തു. തിരക്കായിരുന്നോ? ബുദ്ധിമുട്ടിച്ച ഞാൻ? പാർവതി അല്പം ഫോർമൽ സ്റ്റൈൽ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ആ കുട്ടി ഇനിയും തിരിച്ചു വരുന്ന ഏട്ടന് വിശ്വാസമുണ്ടോ? ശിവ അല്പം നിരാശ കളഞ്ഞൊരു ചിരിച്ചുകൊണ്ട് പാർവതിയോട് പറഞ്ഞു. സി പാർവതി, ഞാൻ കാത്തിരിക്കുന്നെന്നോ നിരാശയിലാണെന്നോ അല്ല. അവൾ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കാമുകിയുടെ സ്ഥാനം കൊടുത്തുകൊണ്ട് നടക്കുന്നതല്ല. എൻ്റെ മനസ്സിൽ അവൾക്ക് ഞാൻ പൂജിക്കുന്ന ദേവിയുടെ സ്ഥാനം പോലെയാണ്. ഓർക്കാൻ പ്രതീക്ഷ നൽകുന്ന ഓർമ്മകളോ കൂടിക്കാഴ്ചകളോ ഒന്നും നമുക്കിടയിലില്ല. പക്ഷെ മനസ്സിലെപ്പോഴോ പതിഞ്ഞു പോയതാണ്. പ്രണയിക്കാൻ എനിക്ക് അക്ഷരങ്ങളും എൻ്റെ സങ്കല്പങ്ങളും ചിന്തകളൊക്കെ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടൊരു പെണ്ണിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുട്ടി ഇത് അറിയണം തോന്നി. അതാ ആ ഡയറി തന്നെ ഏൽപ്പിച്ച്. തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ആ ബ്രോക്കർ വഴി അറിയിച്ചാൽ മതി, ഓക്കെ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കും ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാണിനെ. ആ കുട്ടിയെ ഏട്ടൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടിയെ സ്നേഹിക്കുന്നതിന് ഒരു അംശം സ്നേഹം എനിക്ക് കിട്ടിയാലും ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് സന്തോഷമാണ്. അതിൽ തൃപ്തിപ്പെടാനും ഞാൻ തയ്യാറാണ്. ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതമാണെങ്കിൽ ഞാനും റെഡിയാണ്. എൻ്റെ കഴുത്തിൽ ഏട്ടൻ കെട്ടുന്ന താലി കയറുന്നവരെ ആ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കാനോ അന്വേഷിക്കാനോ ആത്മാർത്ഥമായിട്ട് ഞാനും കാണും. ഒരു നിമിഷത്തിന് മുന്നേ ആ കുട്ടി ഏട്ടൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു വന്നാലും സന്തോഷത്തോടെ മാറിക്കൊടുക്കാൻ ഞാൻ തയ്യാറാവും. ഇതും പറഞ്ഞ് പാർവതി കസേരയിൽ നിന്ന് എണീറ്റു. ഏട്ടന് ഇഷ്ടക്കുറവുണ്ട്, ഈ ഡയറി ഇത് ഞാൻ ഏട്ടൻ പറഞ്ഞ പോലെ ആ ബ്രോക്കറിനെ ഏൽപ്പിക്കാം. മറിച്ചാണെങ്കിൽ താലി കയറുന്നവരെ ഇത് എന്നോടൊപ്പം കാണും. ഓക്കെ ഏട്ടാ, ബൈ, ഞാൻ ഇറങ്ങുന്നു. ഒരു ഞെരുക്കത്തോടെ ട്രെയിൻ ചക്രങ്ങൾ പാളത്തെ ചുംബിച്ചുകൊണ്ട് നിന്നു. ആ ശബ്ദത്തിൽ ഞെട്ടിയണീറ്റ പാർവതി നിറകണ്ണുകളോടെ അക്ഷരങ്ങളിലൂടെ തെളിഞ്ഞേൽക്കുന്ന ആ പ്രണയത്തെ വിഴുങ്ങുന്ന കാർത്തികയാണ് കണ്ടത്. പാർവതിയുടെ കൈവിരൽ കാർത്തികയുടെ തോളത്ത് വീണപ്പോഴാണ് കാർത്തിക തൻ്റെ ചുറ്റുമുള്ളതിനെ ശ്രദ്ധിച്ചെന്നെ. പാർവതിക്ക് തോന്നിയ തോന്നൽ തന്നെയാണ് കാർത്തികൻ ചോദിച്ചത്. ഒരാണിന് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഒരു ചെറുപുഞ്ചിരി മാത്രമായിരുന്നു പാർവതിയുടെ മറുപടി. കോഫി?
കോഫി കപ്പുമായി മുന്നിൽ നിൽക്കുന്ന അരവിന്ദിനോട് വേണ്ട എന്ന അർത്ഥത്തിൽ തലയൊന്ന് വെട്ടിച്ച് കാർത്തിക മെല്ലെ എണീറ്റു. കണ്ണും മുഖവുമൊക്കെ കഴുകി തന്റെ സീറ്റിൽ വന്നിരുന്നപ്പോഴും മനസ്സിൽ ശിവയെ കാണാനുള്ള ആഗ്രഹമായിരുന്നു. അവന്റെ പ്രണയം അറിയാതെ പോയ ആ പെൺകുട്ടിയോടുള്ള സഹതാപമായിരുന്നു. ഒന്ന് പ്രണയിച്ച് നോക്കാത്തതിൽ വല്ലാത്ത കുറ്റബോധമായിരുന്നു. തന്നെ ഇതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല എന്ന നിരാശയായിരുന്നു കാർത്തികക്ക്. ഇയാൾ കഴിച്ചായിരുന്നോ? പാർവതിയാണ് ചോദിച്ചത്. ആ കഴിച്ചു. താനോ? ഇല്ല, അപ്പുറത്ത് അച്ഛനും അമ്മയ്ക്കുണ്ട്, ഫുഡ് അവിടെയാ, ഞാൻ കഴിച്ചിട്ട് വരാമേ എന്നു പറഞ്ഞ് പാർവതി ഹാൻഡ് ബാഗ് എടുത്ത് തോളത്തൂക്കി മെല്ലെ തിരിഞ്ഞ് നടന്നുപോയി. മെല്ലെ തിരക്ക് കൂടിയ പോലെ കാർത്തിക് തോന്നി. സീറ്റ് നമ്പർ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നവർ, ട്രോളി ബാഗുകളുമായി ഒരുപാട് പേർ എങ്ങോട്ടെന്നില്ലാതെ ഓരോ സീറ്റ് നമ്പർ സസൂക്ഷ്മം വീക്ഷിച്ച് കടന്നു പോകുന്നു. കാർത്തികയുടെ മുന്നിൽ ഒഴിഞ്ഞ സീറ്റിൽ അരവിന്ദ് വന്നിരുന്നോണ്ട് തന്റെ കയ്യിൽ ആപ്പിൾ കഷ്ണം കാർത്തിക് വെച്ച് നീട്ടി. കാർത്തിക ചിരിച്ചുകൊണ്ട് അത് മേടിച്ച് കഴിച്ചു. കാർത്തികയുടെ നോട്ട് ആരുടെ മേൽ പതിഞ്ഞ പോലെ അരവിന്ദിന് തോന്നി. നെറ്റിയിലായി പാറിപ്പറന്ന് വീണ തലമുടിയെ കൈവിരൽ കൊണ്ട് മാടിയൊതുക്കി തലയിൽ തൊപ്പിയൊന്ന് ചെരിച്ചു വെച്ച് അല്പം ചെരിഞ്ഞ് നടന്നു വരുന്ന ആളെ എവിടെയോ കണ്ടു മറന്ന പോലെ കാർത്തിക് തോന്നി. ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും മുഖം മറക്കുന്ന വലിയ കൂളിംഗ് ഗ്ലാസ്. എന്നാലും ആ മുഖമൊന്ന് ഓർത്തെടുക്കാൻ കാർത്തികക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല. പണ്ടെങ്ങോ കോളേജിൽ തന്റെ സീനിയറായി പഠിച്ചതാണ്. ആരാ അറിയോ എന്ന അരവിന്ദിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് കയ്യിലെ ബാക്കി വന്ന ആപ്പിൾ അകത്താക്കി കാർത്തിക അരവിന്ദിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ സീനിയറായി പഠിച്ചതാ, വളരെ മോശക്കാരനാ, എനിക്ക് ഇഷ്ടമല്ല അയാളെ, അതാ സംസാരിക്കാതെ. അല്പം ദേഷ്യം കലർന്ന ഭാവത്തോടെ കടന്നുപോയവനെ നോക്കി കാർത്തിക പറഞ്ഞു. കാർത്തികയുടെ സംസാരം ശ്രദ്ധിക്കാത്ത പോലെ അരവിന്ദ് എങ്ങോട്ടോ നോക്കിയിരുന്നു. പച്ചക്കൊടിയുള്ള ആവേശത്താൽ ട്രെയിൻ മുന്നോട്ട് പാഞ്ഞു. കാർത്തിക ഒരു നിമിഷം തന്റെ നാട്ടിലെ കോളേജ് ദിനങ്ങളെക്കുറിച്ച് ഓർത്തുപോയി. ഒരുപാട് ഓർക്കാനുള്ള നല്ല നിമിഷങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു കാർത്തികക്ക്. ഏതോ സെലിബ്രേഷൻ ഡേ വരുന്ന സമയത്താണ് കൂട്ടുകാരിയോടൊപ്പം നടന്നു വരുന്ന തന്നോട് മോശമായി പെരുമാറിയ ആ കൂട്ടത്തിനെതിരെ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് കൊടുത്തതും അവരെ പുറത്താക്കിയതുമൊക്കെ ഓർമ്മ വന്നത്. ആ കൂട്ടത്തിൽ പ്രധാന തെമ്മാടിയാണ് ഇപ്പോൾ തന്റെ മുന്നിലൂടെ പോയതും. അതുമാത്രം ആ വൃത്തിയുടെ സ്ത്രീയുടെ വീട്ടിൽ നിന്നും രാത്രി നാട്ടുകാർ ചേർന്ന് കൈയോടെ പൊക്കിയതും തല്ലിയൊടിച്ചതും ഇവനെ തന്നെയാ. ഓ, എന്തൊരു മനുഷ്യൻ, കണ്ടാരോ മാന്യൻ. മനസ്സിൽ പിറുവിറുത്തുകൊണ്ട് വെറുപ്പിന്റെ അങ്ങേയറ്റം പോലെ കാർത്തിക അയാളെ ശപിച്ചു. അപ്പോഴും അരവിന്ദ് ദൂരെ ആകാശത്തിലെ മേഘങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. പകൽ വെളിച്ചം ചന്ദ്രനിലാവിന് വഴിമാറി ഇരുൾ മൂടുന്ന ആ പുറംകാഴ്ചകൾ നോക്കി കാർത്തിക ഇരിക്കുന്നു. അരിച്ചിറങ്ങുന്ന തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കാർത്തിക കമ്പിളിപ്പുതപ്പിൽ ഒളിച്ചുകൊണ്ട് ട്രെയിൻ ചക്രങ്ങളുടെ താളത്തിനൊത്ത് തലയും കുലുക്കി പുറത്തെ കാഴ്ചകൾക്ക് സാക്ഷിയായിരുന്നു. നിമിഷങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞുപോയി. കാർത്തിക ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അരവിന്ദ് ലാപ്ടോപ്പുമായി ഏതൊരു അപ്രപത്തിൽ ഇടം പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാർത്തിക ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിനായി ഷീറ്റെടുത്ത് വിരിച്ചു. തലയിണൊന്ന് കുടഞ്ഞു. ഫ്ലാസ്ക് തുറന്ന് അല്പം ചുടുവെള്ളം കുടിച്ചുകൊണ്ട് അവൾ മെല്ലെ മുകളിലോട്ട് കയറാൻ റെഡിയായി. പെട്ടെന്നാണ് കാർത്തികയുടെ കണ്ണുകൾ പാർവതിയിലും അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആ വ്യക്തിയിലും പതിഞ്ഞത്. ആള് തിരിച്ചറിയാൻ കാർത്തികക്ക് രണ്ടാമതൊന്നുകൂടെ നോക്കേണ്ടി വന്നില്ല. തന്റെ മനസ്സിൽ വെറുപ്പോടെയും മറപ്പോടെയും മാത്രം കണ്ടിരുന്ന അയാൾ പാർവതിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈശ്വര, ഇതാണോ ശിവ? പാർവതി വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ഇവനാണോ? അവൾ തലച്ചോറിൽ ഒരു മിന്നൽ പിണ്ണം പോലെ കാർത്തിക ഒരു നിമിഷത്തേക്കൊന്ന് സ്തബ്ധയായി. തന്റെ കോളേജിൽ ഏത് പെൺകുട്ടിയാണ് ഇവൻ ഇങ്ങനെ സ്നേഹിച്ച്? ദൈവമേ, 6 മാസത്തെ കോളേജ് ദിവസങ്ങൾക്ക് ശേഷം പൂനെയിലോട്ട് പറിച്ചു നട്ടപ്പെട്ടത് തന്നെ തന്നെയാണല്ലോ. ഒരു കത്തലായിരുന്നു കാർത്തികയുടെ നെഞ്ചിൽ. ഓർമ്മകളിൽ അന്നത്തെ യാത്രക്കായി ട്രെയിനിൽ ഇരിക്കവേ നിരാശയോടെ ഓടിക്കിതച്ചു വരുന്ന ഇവനെ ജനാല കമ്പിക്കുള്ളിലൂടെ കണ്ടതും മടുപ്പ് തോന്നിയ കാർത്തിക ജനാല ഷട്ടർ താഴ്ത്തി മുഖം കൊടുക്കാതിരുന്നതും ഓർത്തുപോയി. അന്നവൻ വന്നത് എന്നെ കാണാനായിരുന്നു. ആ വരികളിൽ അവൻ കോറിയിട്ട അക്ഷരങ്ങളിലൂടെ അവൻ പ്രണയിച്ചത് തന്നെ തന്നെ ആയിരുന്നു. പൊട്ടി വീണ ഓർമ്മപ്പൊട്ടുകളെ വിളക്കി ചേർത്തുകൊണ്ട് കാർത്തിക പലതും ഓർത്തെടുക്കുകയായിരുന്നു. അല്ല, ഞാനല്ല, അവൻ സ്നേഹിച്ച ആ പെൺകുട്ടി, അത് താനല്ല. കാർത്തിക പ്രാന്തിയെ പോലെ പലതവണ തന്നോട് തന്നെയായി പറഞ്ഞു. കവളിനെ നനച്ചൊഴുകുന്ന കണ്ണുനീർത്തുള്ളികളെ കൈവെള്ളം കൊണ്ട് തുടച്ചവൾ നിലത്തു നോക്കിയിരുന്നു. പാർവതി മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തന്നോടായി പറഞ്ഞൊന്നും കാർത്തിക കേട്ടില്ല. അവളുടെ നെഞ്ചിലെ ചൂടേറ്റ് ചേർന്നിരിക്കുന്ന ആ ഡയറിയിൽ ആവേശത്തോടെ നോക്കിക്കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞ് മറുപടി കാത്തു നിൽക്കാതെ കാർത്തിക അതിനെ കൈനീട്ടി. പറ്റില്ലെന്ന് പറയാനുള്ള പാർവതിയുടെ മടി കാരണം മാത്രം അവൾ കാർത്തികത ഏൽപ്പിച്ചിട്ട് താൻ ഇവിടെ കിടന്നോളൂ, ഞാൻ മുകളിൽ കിടന്നോളൂ എന്ന് പറഞ്ഞ് പാർവതി മുകളിലോട്ട് കയറി. തണുപ്പ് വരുത്തുന്ന ആ കാറ്റിലും കാർത്തിക വിയർക്കുന്നുണ്ടായിരുന്നു. തളർന്നിരുന്നു കൊണ്ട് അവൾ ആ താളുകൾ വളരെ വേഗത്തിൽ മറിച്ചു. തന്റെ ഓർമ്മകളിൽ നിന്നും താൻ തന്നെ എന്നോ മറന്നുപോയ ആ തൂവാലയിലൂടെ അവൾ മെല്ലെ കൈവിരൽ ഓടിച്ചു. അതെ, അത് തന്നെ തന്നെയാണ്. അതിനുള്ളിലെ കരിഞ്ഞുണങ്ങിയ പൂവിതളുകളിലേക്ക് അവളുടെ ഒരു തുള്ളി കണ്ണീര് പതിച്ചപ്പോൾ ജീവൻ വെച്ച പോലെ അതൊന്ന് ഇളകിയ പോലെ കാർത്തിക് തോന്നി. ഈശ്വര, ഞാനാണോ? എന്നെയാണ് അവൻ? അന്ന് ആരൊക്കെയോ ചേർന്ന് പിടിച്ചു പറിച്ച ആ തൂവാല അതവന്റെ കയ്യിൽ താനും പലതവണ കണ്ടതാണ്. പക്ഷേ അത് താൻ മനസ്സിലാക്കിയതുപോലെ അല്ലായിരുന്നോ? ആ സംഭവം നടക്കുമ്പോൾ എന്നെയും ശ്രദ്ധിച്ചുകൊണ്ട് അവനും അവിടെ ഉണ്ടായിരിക്കണം. അവരോട് തല്ലുകൂടി
ഇതൊക്കെ കൈക്കലാക്കിയതാവണം. തന്നോടുള്ള സ്നേഹം കൊണ്ട് അവനത് കൈവളയിൽ ചേർത്തിട്ട് നടന്നതാവാം. അങ്ങനെയാണെങ്കിൽ അന്ന് തൃക്കാർത്തികയ്ക്ക് വിളക്ക് വെക്കുമ്പോഴാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ അവനെ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് നാട്ടുകാർ ചേർന്ന് പിടിച്ചു വെച്ചതും. അതും അവനെന്നെ കാണാൻ വന്നതായിരുന്നോ? തൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ആ പൂക്കളും ഒരുപാട് നടന്നിട്ടും കിട്ടാത്ത ആ പുസ്തകം പെട്ടെന്നൊരു ദിവസം ആരോ തനിക്കായി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടി കൊണ്ടുവന്നതും കാർത്തികയുടെ മനസ്സിൽ തെളിഞ്ഞു. എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും താൻ പോലും പറയാതെ അറിഞ്ഞിരുന്നവൻ എന്നെ നിഴലുപോലെ പിന്തുടർന്നിരിക്കണം, അത്രമേൽ സ്നേഹിച്ചിരിക്കണം. ദൈവമേ, അല്ല, ഞാനല്ല, എന്നെ അല്ല. മനസ്സിൽ പലതവണ ഉരുവിട്ടുകൊണ്ട് കാർത്തിക ചാടിയടിയിട്ടു. ആരണ്ട വെളിച്ചത്തിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഓടി. എന്ത് ചെയ്യണമെന്നറിയാതെ കാർത്തിക അലഞ്ഞു. ഡോ പാർവതി, പാർവതി, ശിവ സ്നേഹിച്ച പെൺകുട്ടിയുടെ പേരെന്താ? അവളുടെ വീട് എവിടെയാ? ഏതാ കോളേജ്? കാർത്തികയുടെ കുലുക്കിയുള്ള വിളിയും ഒറ്റശ്വാസത്തിലെ ചോദ്യങ്ങളും പാർവതി ഒന്ന് ഞെട്ടിച്ചു. ചോദ്യം ആവർത്തിച്ചപ്പോൾ അല്പം തമാശ കലർന്ന സ്വരത്തിൽ പാർവതി പറഞ്ഞു, പേര് കാർത്തിക, പുള്ളി മയിൽപ്പീലി എന്നാണ് വിളിക്കുന്നത്. എന്തിനാ, തേടി പിടിച്ചോണ്ട് വരാനാണോ? പെണ്ണെ, എന്റെ ജീവിതം ഇല്ലാണ്ടാക്കോ നീ? തമാശ കലർന്ന സംസാര രീതിയായിരുന്നെങ്കിലും കാർത്തികയ്ക്ക് ഒരു അടിയേറ്റ പോലെയാണ് തോന്നിയത്. മയിൽപ്പീലിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആ പിറന്നാൾ ദിവസം രാവിലെ അമ്പലത്തിൽ പോകാൻ മുൻവാതിൽ തുറന്നിറങ്ങിയ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് വീർപ്പിച്ച ബലൂണുകളും അതിലെ എൻ്റെ മയിൽപ്പീലിക്ക് പിറന്നാൾ ആശംസകൾ എന്ന എഴുത്തും അതോടൊപ്പം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു കൊച്ചു പൊതിയിൽ മയിൽപ്പീലി രൂപം കൊത്തിവെച്ച പോലത്തെ ഒരു മഷിപ്പേനയും അതിലെൻ്റെ മയിൽപ്പീലിക്ക് എന്ന് എഴുതിയ കൊത്തുമണിയും. ഈ നിമിഷം വരെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി മനസ്സിൽ കിടന്നതാണ്. ശിവ, അതെ, അവൻ സ്നേഹിച്ച് തന്നെയാണെന്ന സത്യം കാർത്തിക ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. പാർവതിയുടെ മുഖവും ആ വാക്കുകളും കാർത്തികയ്ക്ക് നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്ന കത്തി പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ടുകയറുന്ന പോലെ കാർത്തികയ്ക്ക് അനുഭവപ്പെട്ടു. ശരീരത്തിന്റെ ഭാരമില്ലാത്ത അവസ്ഥ. കാർത്തികയുടെ ബോധം നഷ്ടപ്പെടുന്ന പോലെ കൺപീലികൾ അടഞ്ഞു. അവൾ പിടിവിട്ട മനസ്സുമായി തളർന്നിരുന്നു. പുലർച്ചെ 5 മണിയായി. ട്രെയിൻ ഒരു നീണ്ട ഞെരുക്കത്തോടെ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറക്കച്ചടവോടാണെങ്കിലും പാർവതി ഉറക്കമുണ്ടെന്നു. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ഫോൺ തപ്പിപ്പിടിച്ചെടുത്തു. സമയം 5. ടിക്കറ്റിലെ സമയം അനുസരിച്ച് 5:30 ബൈണ്ടൂർ സ്റ്റേഷനിലെത്തും. അവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. പാർവതി കിടക്കയിലൊന്ന് ഇവർന്നിരുന്നുകൊണ്ട് മുടിക്കെട്ടൊന്ന് വാരിയൊതുക്കി മേലെ താഴേക്ക് ഇറങ്ങി. പാർവതി താഴെ ഇറങ്ങിയതും കാർത്തികയുടെ അമ്മയും വന്നു. പാർവതി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഹാൻഡ് ബാഗ് എടുത്ത് തോളത്ത് തൂക്കി കാർത്തികയുടെ മടിത്തട്ടിലായി കിടക്കുന്ന ആ ഡയറി പാർവതി മെല്ലെ എടുത്തു. ഡയറിയിൽ നിന്നും കാർത്തികയുടെ പിടിപിടിക്കാൻ അല്പം ശക്തിയോടെ തന്നെയാണ് പാർവതി ശ്രമിച്ചത്. കാർത്തു, മോളെ കാർത്തു. കാർത്തികയുടെ അമ്മ നന്നേ കുലുക്കി തന്നെ അവൾ വിളിച്ചു. എന്തൊരു ഉറക്കാ പെണ്ണെ, എണീക്ക്. 1-2 മിനിറ്റുകൾക്ക് ശേഷം കാർത്തിക എണീറ്റു. വീർത്തു തടിച്ച മുഖമായിരിക്കുന്ന കാർത്തികയെ നോക്കി, ഡയറി ഞാൻ എടുത്തുട്ടോ, ഒന്ന് ഫ്രഷ് ആവട്ടെ, അരമണിക്കൂറിൽ സ്ഥലത്തും, ഞാൻ അങ്ങോട്ട് പോവാം, കാണാമേ. ഇതും പറഞ്ഞ് പാർവതി തിരിഞ്ഞടന്നു. പാർവതിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴും കാർത്തികയുടെ കണ്ണുകൾ ആ ഡയറിയിൽ തന്നെയായിരുന്നു. കാർത്തികയ്ക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. കാർത്തിക മെല്ലെണീറ്റ് വാഷ്റൂമിൽ പോയി. മുഖമൊക്കെ ഒന്ന് കഴുകി ആ കണ്ണാടിയിൽ നോക്കി അവൾക്ക് കോളേജ് കാലത്തെ കാർത്തികയെ കാണുന്ന പോലെയാണ് തോന്നിയത്. കാർത്തിക തന്റെ സീറ്റിൽ വന്നിരുന്നു. കച്ചവടക്കാരിൽ നിന്നും കാപ്പി മേടിച്ചു. ചുണ്ടോട് ചേർക്കുമ്പോഴും മനസ്സിൽ അവനായിരുന്നു. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അറിയാതെ എന്നെ സ്നേഹിച്ചിരുന്നവൻ, ഞാൻ കാണാത്ത, ഞാൻ അറിയാത്ത ആ സ്നേഹം, അതനുഭവിക്കാൻ ഇനിയും തനിക്ക് യോഗ്യതയുണ്ടോ? അതോ ഇനിയും താനത് കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിക്കണമോ? തന്നെ പോലെ തന്നെ സ്വപ്നങ്ങളുമായി വന്ന് കയറിയവളാണ് പാർവതി. വേണ്ടെന്ന് വെച്ചാൽ ശിവയുടെ സ്നേഹം അതെന്താവും? 4 കുടുംബം, അവരുടെ ഭാവി. പക്ഷേ ഇനിയും ആ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും അവന് തിരിച്ചു കൊടുക്കണ്ടേ? എന്താണ് ചെയ്യേണ്ടത്? ഇനിയും ശിവയുടെ മുന്നിൽ നിന്ന് തനിക്ക് ഓടിയൊളിക്കാൻ പറ്റുമോ? അതോ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അവനിലേക്ക് ഓടിയെടുക്കണം? ദൈവം എന്തിനാണ് വീണ്ടും ഇങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിക്കുന്നത്? അവൻ്റെ സ്നേഹം അത്രയ്ക്ക് ആത്മാർത്ഥമായതുകൊണ്ടായിരിക്കില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യുക? ചക്രങ്ങൾ പാളത്തിലമർന്നു ഞെരിഞ്ഞു നീങ്ങി സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. അരവിന്ദ് ബാഗും തൂക്കി കാർത്തികയുടെ മുന്നിലൂടെ നടന്നു നീങ്ങി. അമ്മയുടെ കയ്യിലൊന്ന് അമർന്നു തൂങ്ങിക്കൊണ്ട് കാർത്തിക മെല്ലെ എണീക്കാൻ ശ്രമിച്ചു. വേച്ച് വെച്ച് നടക്കുന്ന കാർത്തികയുടെ കാലുകൾ തറയിൽ ഉറക്കാത്ത പോലെ ഇടർന്ന് ശ്രദ്ധിച്ചിട്ടായിരിക്കാം അവളുടെ അമ്മ കാർത്തികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ട്രെയിനിലെ സ്റ്റെപ്പ് ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് നിന്നു. എക്സിറ്റ് ബോർഡ് കണ്ട് മുന്നോട്ട് നടന്ന കാർത്തികയുടെ അച്ഛൻ്റെ പുറകെ തന്നെ എല്ലാവരും പുറത്തേക്ക് നടന്നു. കണ്ണുമുന്നിൽ ആൾത്തിരക്കൊന്ന് മാറിയപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് തലയിലെ തൊപ്പി ഒന്നുകൂടെ അമർത്തി വെച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങിയ ശിവയെ കണ്ട കാർത്തിക അവൾ പോലും അറിയാതെ വിതുമ്പിപ്പോയി. തന്റെ ചുരിദാറിന്റെ ഷോൾ എടുത്ത് മുഖം മറച്ച് കെട്ടിക്കൊണ്ട് കാർത്തിക തന്റെ അമ്മയുടെ കയ്യിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അടിവെച്ച് നടന്നു. പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങിയ പാർവതി തിരക്കിനിടയിലും കണ്ണാൽ തിരിയുന്ന തന്നെയാണെന്ന് മനസ്സിലാക്കിയ കാർത്തിക ആരുടേക്കോ പിന്നിൽ മറഞ്ഞു. ആർക്കു വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ അവൾക്കും അറിയില്ല. ഒരു തീരുമാനം എടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കൊടുമുടിയിലായിരുന്നു എല്ലാവരും, കാർത്തിക ഒഴികെ.
ടാക്സിക്കായി കാത്തിരിക്കുന്ന ശിവയെ കണ്ട കാർത്തിക ടാക്സി കൗണ്ടറിലെ വലിയ സിമ്മിനത്തുള്ള മറവിലൊളിച്ചു. അല്പസമയത്തിനകം മൂകാംബിക പാലസ് എന്ന പരസ്യ ബോർഡ് ഒട്ടിച്ച മിനി വാനുകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിത്തുടങ്ങി. നിമിഷങ്ങൾക്കകം 4ഓളം ടെമ്പോ വാനുകൾ എത്തി. തങ്ങൾക്കായി ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിൽ നിന്ന് അയച്ചതാണ് ആ വണ്ടികൾ. കാർത്തികയുടെ അച്ഛൻ എല്ലാം തന്നെ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാനിൽ നിന്നും ഒരു തമിഴ് ചെക്കൻ വന്നു. ലഗേജുകൾ ഓരോന്നായി വണ്ടിയിൽ കയറ്റി. ആരുടെയൊക്കെയോ കണ്ണുവെട്ടിക്കാനായി കാർത്തിക പെട്ടെന്ന് തന്നെ വണ്ടിക്കുള്ളിലോട്ട് കയറിയിരുന്നു. അല്പം അകലെയായി അവരുടെ തന്നെ മറ്റൊരു വണ്ടിയിൽ കയറുന്ന പാർവതിയെ കണ്ടപ്പോൾ ദൈവമേ എന്ന് ഉറക്കെ വിളിച്ചുപോയി കാർത്തിക. അവരും തങ്ങൾ താമസിക്കുന്ന ആ ഹോട്ടലിലാണോ ഈശ്വര? എന്തിനാണിങ്ങനെ? ശിവയെ ഒന്നുകൂടെ കണ്ടാൽ അവന് വിട്ടുപോകാൻ തനിക്ക് കഴിയില്ല. ആ കണ്ണുകളിൽ നോക്കി പിന്തിരിഞ്ഞടക്കാൻ എനിക്കിനി സാധിക്കില്ല. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും തോറും ദൈവം കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുവാണോ? എന്താവും? കാർത്തിക ഒന്നുകൂടെ വിൻഡോ ഷീൽഡ് നീക്കി പുറത്തോട്ട് എത്തിയെന്ന് നോക്കി. എവിടുന്നോ ചീറിപ്പാഞ്ഞു വന്ന ഒരു ചുവന്ന കാർ പെട്ടെന്ന് നിർത്തിയെന്ന പോലെ ബ്രേക്ക് കരഞ്ഞോട് നിന്നു. ഡോർ തുറന്ന് ശിവ ഫ്രണ്ട് സീറ്റിലോട്ട് കയറുന്നു. ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ അവൻ തന്നെ നോക്കിയ പോലെ കാർത്തിക് തോന്നി. ഓടിപ്പോയി അവനെയൊന്ന് കെട്ടിപ്പിടിച്ചാലോ? എന്തിനാ എന്നോടൊന്നും പറയാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് എന്നൊക്കെ ചോദിച്ചാലോ? കാലുകൾ അനുവാദമില്ലാതെ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്നു. കാർത്തിക നോക്കിയിരിക്കെ ആ കാർ ചീറിപ്പാഞ്ഞു പോയി. ചാറ്റൽ മഴയുടെ കണിക പൊട്ടുകൾ കാർത്തികയുടെ കൈവിരൽ നഖങ്ങളിലെ വർണ്ണങ്ങളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് താഴേക്ക് പതിച്ചു. നഗരഭീകരത്തിൽ നിന്നും പച്ചപ്പുതച്ച നാട്ടുവഴിയിലേക്ക് വാഹനചക്രങ്ങൾ ഒഴുകിയപ്പോഴും കലപിലനാദം കൊണ്ട് പക്ഷികൾ അവരുടെ പുതുപ്രഭാതത്തെ വരവേറ്റപ്പോഴും ചുറ്റുമുള്ളതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനോ ഉൾക്കൊള്ളാനോ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. താനറിയാതെ കൈവിട്ട് കളഞ്ഞ സ്നേഹത്തിന്റെ ചൂടിൽ വെന്തുരുകയായിരുന്നു കാർത്തിക. മഴത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ശകടം മുന്നോട്ട് നീങ്ങുകയാണ്. ആ വാഹനത്തിന്റെ മുന്നിലെ ആ ദേവീ രൂപത്തിന് കീഴിലായി ഇളകിയാടുന്ന ആ മയിൽപ്പീലി തുണ്ട് കണ്ടപ്പോൾ കാർത്തികയുടെ ഉള്ളമൊന്ന് തേങ്ങി. നിമിഷങ്ങൾക്കപ്പുറം വാഹനം കൊട്ടാരതുല്യമായ ഒരു ഹോട്ടൽ മുറ്റത്ത് വന്നു നിന്നു. വാഹനങ്ങളിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങുന്നു. അച്ഛനും ബന്ധുക്കളുമെല്ലാം ഹോട്ടൽ റിസപ്ഷനിലോട്ട് എത്തിയിട്ടും കാർത്തിക തന്റെ അതേ ഇരിപ്പിൽ തന്നെയായിരുന്നു. ദേവീ മന്ത്രങ്ങളും സ്തുതിഗീതങ്ങളും കാതോർത്താൽ കേൾക്കാവുന്ന പോലെയായിരുന്നു. അരവിന്ദ് തന്നെ നോക്കിൽക്കെന്ന് തിരിച്ചറിഞ്ഞ കാർത്തിക പെട്ടെന്ന് തന്നെ താഴോട്ടിറങ്ങി അമ്മയെ തിരഞ്ഞു. അമ്മയുടെ കൈക്കുള്ളിൽ തന്റെ കൈവെള്ള ചേർത്ത് അമർത്തിപ്പിടിച്ച് ഒരു സുരക്ഷിതത്വം നേടിയ പോലെ അവൾക്കും തോന്നി. അപ്സ്റ്റേലാണ് സാർ, 2 റൂമിൽ വേറെ ഫാമിലിയാണ്, ബാക്കിയെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഓഫീസ് റിസപ്ഷനിസ്റ്റ് അത് പറഞ്ഞപ്പോൾ പാർവതിയും ഫാമിലിയും ആവുമെന്ന് കാർത്തിക് ഊഹിച്ചു. താൻ ഊഹിച്ചത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം കാർത്തിക്കും വേണ്ടി വന്നില്ല. സ്റ്റെയർ കയറി മുകളിൽ നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന പാർവതിയെ കാർത്തിക കണ്ടു. തന്റെ അവസ്ഥാഭാവം മുഖത്ത് വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാർത്തിക പാർവതിയെ നോക്കി ചിരിച്ചു. കാർത്തികയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ പാർവതി ഫോണിൽ സംസാരിക്കുവാണ്. ആ ശരി ഏട്ടാ, ആ ഏട്ട എത്തിയിട്ട് വിളിച്ചാൽ മതി. അമ്മക്ക് കിടക്കണമെന്ന് പറഞ്ഞ് അകത്ത് കയറി. ഓക്കെ ഏട്ടാ, ആ ശരി. മറുതലക്ക് ശിവയാണെന്ന് കാർത്തിക് മനസ്സിലായി. ശിവേട്ടനാ? പുള്ളി ഏതോ ഫ്രണ്ടിനെ കാണാൻ പോയേക്കുവാ. കാർത്തിക കണ്ടിട്ടില്ലല്ലോ ശിവേട്ടനെ. കാർത്തിക ഇല്ലെന്ന ഭാവത്താൽ തലേന്ന് വെട്ടിച്ചു. ഞാൻ ട്രെയിൻ ഇറങ്ങി തന്നെ ഒരുപാട് തിരഞ്ഞായിരുന്നു, കണ്ടില്ല. ആ വരുമ്പോൾ കാണാലോ, പാർവതി കാർത്തികയോടായി പറഞ്ഞു. അപ്പോൾ ശരിടാ, പിന്നീട് കാണാം. ഒന്ന് ഫ്രഷ് ആവണം, നല്ല ക്ഷീണമുണ്ട്. പാർവതി അതും പറഞ്ഞ് മുന്നോട്ട് ചെന്ന് റൂമിലോട്ട് കയറി ഡോർ ലോക്ക് ചെയ്തു. കാർത്തിക അമ്മയുടെ കയ്യിൽ തൂങ്ങി മെല്ലെ നടന്ന് അച്ഛൻ കാണിച്ചു കൊടുത്ത റൂമിൽ അമ്മയോടൊപ്പം തന്നെ കയറി. കാർത്തിക റൂമിൽ കയറിപാടെ ടവലെടുത്ത് ബാത്റൂമിൽ കയറി. ചുമരിൽ പതിപ്പിച്ച കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് കാർത്തിക തനിക്കുള്ളിലെ കാർത്തികയെ തന്നെ തിരയുകയായിരുന്നു. നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾക്ക് ശക്തി പ്രാപിക്കുന്നതിന് മുന്നേ തന്നെ അവൾ ചിന്തകൾക്ക് മനഃപൂർവ്വം വിരാമമിട്ടു. ഷവർ പൈപ്പ് തുറന്ന് കാർത്തിക ശരീരം ആവോളം തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചൂടേറ്റുവാടുന്ന 4 മണി പൂവലെ അവൾ കൂമ്പിയടഞ്ഞു. മനസ്സിലെ തീക്കനൽ കെടുത്താൻ കഴിയാതെ അവൾ ടവൽ വാരിച്ചുറ്റി പുറത്തിറങ്ങി. മോളെ കാർത്തു, ഫുഡ് ടേബിൾ വെച്ചിട്ടുണ്ട്, മോള് കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നോളൂ. അമ്മ അപ്പുറത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അച്ഛ ഒറ്റ കിടന്ന് ഓടുവല്ലേ. കാർത്തിക എന്നൊരു മുകളിൽ തന്നെ മറുപടി ഒതുക്കിക്കൊണ്ട് അമ്മ പോയതിന് പിന്നാലെ ഡോർ ലോക്ക് ചെയ്ത് ഡ്രസ്സ് ചെയ്തു. പിന്നെ കിടക്കിൽ വന്ന് കിടന്നു. കാർത്തിക ഓർമ്മകളിൽ നിന്നും തൻ്റെ ചിന്തകളിൽ നിന്നുമൊക്കെ ശിവയെ അകറ്റി നിർത്താൻ പലതവണ വിഫലമായി ശ്രമിച്ചു. മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളാണല്ലോ എന്നും മുൻപന്തിയിൽ ഉണ്ടാവുക. കാർത്തിക ഫോണെടുത്ത് അമ്മയെ വിളിച്ചു. അമ്മ, എനിക്ക് നല്ല തലവേദനയുണ്ട്, ആ ടാബ്ലറ്റ് ബോക്സ് എവിടെ അമ്മ വെച്ചേക്കുന്നത്? കാർത്തിക ചോദിച്ചു. അമ്മയുടെ ഹാൻഡ് ബാഗിലാണ് മോളെ, അത് അവിടെ തന്നെ ഉണ്ടല്ലോ, ആ ടാബ്ലറ്റ് പുറത്ത് നോക്കിയേ. ആ ശരി അമ്മ, കണ്ടു. പിന്നെ ഞാൻ ഉറങ്ങിയാണെങ്കിൽ എന്നെ വിളിക്കേണ്ടമ്മ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്മ അമ്പലത്തിൽ പോവാണെങ്കിൽ പോയിട്ട് വാ, ഞാൻ വൈകിട്ട് നാളെ പോയിക്കോളാം. ആ ശരി, മോള് കിടന്നോ. കാർത്തിക ബെഡിൽ നിന്ന് മെല്ലെ എണീറ്റ് ടേബിളിന്റെ പുറത്തു നിന്നും ഹാൻഡ് ബാഗ് തുറന്ന് ഒരു നീല ബോക്സ് പുറത്തെടുത്തു. അതിനുള്ളിൽ നിന്ന് ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. വെള്ളവും കുടിച്ച് ബോക്സ് തിരികെ അടക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ഇടയ്ക്കൊക്കെ ഉറക്കത്തിന് വേണ്ടി കഴിക്കാറുള്ള ആ ടാബ്ലറ്റ് ശ്രദ്ധിച്ചത്. കാർത്തിക ആ സ്ട്രിപ്പ് കയ്യിലെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി പരിശോധിച്ചു. ക്ലോക്കിൽ സമയം 8 അടിച്ചു. കാർത്തിക ആ സ്ട്രിപ്പിൽ നിന്നൊരു ടാബ്ലറ്റ് പൊട്ടിച്ചെടുത്ത് കഴിച്ചു. വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും ഒന്ന് ഒളിച്ചോടണം, നല്ലപോലെ ഒന്ന് ഉറങ്ങണം.
കാർത്തിക അത്രയേ കരുതിയുള്ളൂ. വാതിലിന്റെ ലോക്ക് തുറന്ന് കാർത്തിക കിടക്കയിൽ വന്ന് കിടന്നു. കണ്ണുകളിൽ ഉറക്കം പിടിച്ച് വരുമ്പോഴും ശിവയുടെ മുഖം അവളിൽ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. മരുന്നുകളുടെ ഒരതിപ്രസരവും അവളിലെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ ഉതവുന്ന തരത്തിലായിരുന്നില്ല. നിമിഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ശിവ ഓർമ്മകളിലെ പ്രണയകാലത്തെ ലാളിക്കുകയായിരുന്നു. കഴിഞ്ഞകാല ഓർമ്മകൾ അവനിൽ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. കാർത്തികയുടെയും പാർവതിയുടെയും മുഖവും മാറി മാറി ശിവയുടെ മുന്നിൽ മിന്നിമാഞ്ഞുകൊണ്ടിരുന്നു. പാർവതിയിൽ അവൻ കാർത്തികയെ കാണാൻ ശ്രമിക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ശിവക്ക് കാർത്തികയെ ഓർമ്മകളിൽ നിന്ന് മായ്ക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അമ്മയുടെ ആഗ്രഹത്തിന് മുന്നിലാണെങ്കിലും ഇപ്പോൾ പാർവതി തനിക്കായി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി നിൽക്കുവാണ്. ശിവ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. അല്പം ഞെരിവിരി കൊണ്ടു. ശിവയുടെ ഫോൺ റിങ് ചെയ്തു. ശിവ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. ശിവ, നീ എവിടാ മോനെ? അമ്മയാണ്. ആ, ഞാൻ വരുവാമ്മ. ശിവ അതും പറഞ്ഞ് കാർ സ്റ്റാർട്ടാക്കി വേഗത്തിൽ ഓടിച്ചു പോയി. ശിവ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി മെല്ലിറങ്ങി ഹോട്ടലിനുള്ളിലേക്ക് നടന്നു. കാർത്തികയുടെ ഇരുതോളുകളിലും തന്റെ കൈ ചേർത്ത് വെച്ച് ശിവ പൊട്ടിക്കരയുകയാണ്. എന്റെ സ്നേഹിനി നിനക്ക് മനസ്സിലാവുന്നില്ലേ കാർത്തിക? ഒരു വാക്ക് കൊണ്ടോ നോക്കുകൊണ്ടോ പോലും നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. നിന്നോട് പ്രണയം പറയുന്നതോ പുറകെ നടക്കുന്നതോ എനിക്ക് ഇഷ്ടമുള്ളതൊരു ഒറ്റ കാരണം കൊണ്ടാ കാർത്തിക. നിന്റെ നിഴൽ വെട്ടത്ത് പോലും വരാതെ നിന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു നിന്നത്. വാക്കുകൾക്കായി പരത്തുന്ന ശിവ ഇടറുന്ന സ്വരത്തിൽ കാർത്തികയോടായി പറഞ്ഞു. എനിക്കറിയില്ല എങ്ങനെയാ ഇനി നിന്നെ സ്നേഹിക്കേണ്ടതെന്ന്, എങ്ങനെയാ നിന്നെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന്. കാർത്തിക, നിന്നെ സ്നേഹിക്കാൻ ആയിരം ആളുകളുണ്ടാവും. പക്ഷേ എനിക്കിതിൽ കൂടുതലായി ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല കാർത്തിക. നീയില്ലാതെ എനിക്ക് പറ്റില്ല കാർത്തിക. ആഗ്രഹമല്ല എനിക്ക് നിന്നോട് വല്ലാത്തൊരു ആസക്തിയാ. നീയില്ലാതെ ഇനിയും ഓർമ്മകൾ മാത്രം പ്രണയിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സ് മനസ്സിലാക്കാൻ എന്റെ മൈൽപ്പീൽ പെണ്ണിന് ഇനിയും കഴിയുന്നില്ലേ? അതിനർത്ഥം എന്റെ സ്നേഹം സത്യമല്ലെന്നായിരിക്കാം, ആത്മാർത്ഥത ഇല്ലെന്നായിരിക്കാം. ആ തോന്നലുമായിട്ട് ജീവിക്കാൻ ഞാനിനി വേണ്ട കാർത്തിക. എന്റെ സ്നേഹം സത്യമല്ലേ, നീ എനിക്കുള്ളതല്ലേ? എന്റെ ജീവനും സത്യമല്ല, എന്റെ ജീവനെ ഇനി വേണ്ട. ഇതും പറഞ്ഞ് ഞൊടിയിടയിൽ തന്നെ ശിവ ടേബിളിരുന്ന ആ ചെറിയ കത്തി കയ്യിലെടുത്തു. കാർത്തിക എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ ശിവ കത്തിയാൽ തന്റെ കൈഞ്ഞരമ്പിൽ ആഴത്തിൽ മുറിച്ചു കഴിഞ്ഞിരുന്നു. രക്തത്താൽ ചുവന്ന കയ്യിൽ ഒന്നുകൂടെ കത്തിയാൽ വരച്ച ശിവ മുറിവിന്റെ ആഘാതം ഒന്നുകൂടെ കൂട്ടി. രക്തം തളം കെട്ടി ഒഴുകി കണ്ടത് സ്വപ്നമാണ് തിരിച്ചറിയാൻ കാർത്തികക്ക് നിമിഷങ്ങൾ തന്നെ വേണ്ടി വന്നു. ചെറിയ നിലവിളിയോടെ ഞെട്ടിണീറ്റ കാർത്തിക വിയർത്തൊഴുകുകയായിരുന്നു. അവളിൽ ഒരു ഭയം വന്ന് നിറയുന്ന പോലെ. പേടിച്ചരണ്ട കണ്ണുകൾ ചുവരിൽ തൂക്കിയ മോഡേൺ ആർട്ട് പെയിന്റിങ്ങിലാണ് പതിഞ്ഞതെങ്കിലും അവൾക്ക് ആ രൂപം തന്നെ ഭയപ്പെടുന്ന എന്തോ ആയാണ് തോന്നിയത്. കാർത്തിക മെല്ലെണീറ്റ് ജനലടികളിലൂടെ പുറത്തേക്ക് നോക്കി. അങ്ങകലെയായി അമ്പലക്കൊടിമരം അവളുടെ കണ്ണുകളിൽ തറച്ചു. അവൾ ഭക്തിയോടെ കണ്ണടച്ച് അല്പസമയം നിന്നു. മയിൽപ്പീലി, ആരോ അവൾ അങ്ങനെ വിളിക്കുന്ന പോലെ കാർത്തികക്ക് തോന്നി. ചുറ്റുമൊന്ന് കണ്ണൊടിച്ചുകൊണ്ട് കാർത്തിക ആ നിൽപ്പ് തുടർന്നു. ആഹാ, മോള് എണീറ്റിരുന്നോ? 2 തവണ വന്നപ്പോഴും മോള് നല്ല ഉറക്കത്തിലായിരുന്നു. അതാ വിളിക്കാത്തെ. മോള് വരുന്നുണ്ടോ അമ്പലത്തില്? എല്ലാവരും റെഡിയാവുക. മോൾ ഡ്രസ്സ് മാറ്റി ഇറങ്ങാൻ നോക്ക്. നമുക്ക് പോയിട്ട് വരാം. അമ്പലനടയിൽ പോണം. കാർത്തിക പെട്ടെന്ന് തന്നെ ഇറങ്ങി അമ്മയോടൊപ്പം തന്നെ ചേർന്ന് നടന്നു. കാർത്തിക അമ്പലവഴിയിലൂടെ മെല്ലെ മുന്നോട്ട് നടക്കുകയാണ്. കാഴ്ചകളും ദീപാലങ്കാര വിളക്കുകളും കാർത്തികയിൽ തെല്ലൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. സ്തുതികീർത്തനങ്ങൾ മുഴങ്ങുമ്പോഴും കാർത്തികയുടെ മനസ്സിൽ ശിവയായിരുന്നു. അമ്പലനടയിൽ നിന്ന് തൊഴുതു മടങ്ങിയ കാർത്തികയ്ക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടിയ പോലെ തോന്നാതിരുന്നില്ല. അല്പം മുന്നോട്ട് നടന്നു നീങ്ങിയ കാർത്തിക പിൻവിളി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അരവിന്ദാണ്. കാർത്തിക ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അരവിന്ദിന്റെ അടുത്തേക്ക് നടന്നു. ക്ഷേത്രവളപ്പിലെ തൂൺമണ്ഡപം ഭക്തിയുടെയും പ്രതീക്ഷയുടെയും തേരിറങ്ങി വന്ന 100 കണക്കിന് ആൾക്കാർ. എന്താ വയ്യേ? മുഖത്തൊരു വിഷമം പോലെ. എന്താ പറ്റിയേ? നല്ല തലവേദന, യാത്രാക്ഷീണം കൊണ്ടാ. അരവിന്ദിനോടായി അങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക തിരികെ നടക്കാൻ വട്ടം കൂട്ടി. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ട്രെയിനിൽ യാത്ര ബുദ്ധിമുട്ടാണ്, ഫ്ലൈറ്റ് മതിയെന്ന്? ഇപ്പം എന്തായി? ആ, പോയി റെസ്റ്റ് എടുക്ക്. ടാബ്ലറ്റ് വല്ലതും മേടിക്കണോ? വേണ്ട, ഞാൻ കഴിച്ചായിരുന്നു. അരവിന്ദിനോട് മറുപടിയായി പറഞ്ഞുകൊണ്ട് കാർത്തിക നടത്തത്തിന് അല്പം വേഗത കൂട്ടി. അമ്പലനടയിലെ തിരക്ക് നന്നായി കൂടി വരികയാണ്. നടപ്പാതയുടെ ഇരുവശങ്ങളിലും ചെറുകിട കച്ചവടക്കാരുടെ തിരക്കായിരുന്നു. കൽമണ്ഡപങ്ങളിൽ തെളിയുന്ന ദീപങ്ങൾക്ക് അസ്തമയ സൂര്യന്റെ ചോപ്പായിരുന്നു. ആ ചോപ്പിൽ പെട്ടെന്ന് കാർത്തികക്ക് താൻ കണ്ട സ്വപ്നത്തിലെ ശിവയുടെ മുഖം തെളിഞ്ഞു വന്നു. ചുറ്റുപാടിൽ നിന്ന് താൻ അറിയാതെ തന്നെ കാണുന്ന ശിവയെ കാർത്തിക മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടേയിരുന്നു. പൂക്കളുടെയും എണ്ണവിളക്കിന്റെയും മണം അവളിൽ വല്ലാത്തൊരു പുതുജീവന ഉന്മേഷം പോലെ അനുഭവപ്പെട്ടു. കൽമണ്ഡപത്തിലേക്ക് നോക്കി നിന്ന അവളെ എന്തോന്ന് തഴിയുണർത്തുന്ന പോലെ തോന്നി. കാർത്തിക പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ചിന്തയിൽ നിന്നുണർന്നു. ഒരു കൊച്ചു പെൺകുട്ടി തന്റെ കയ്യിലെ മയിൽപ്പീൽ കെട്ടുമായി മെല്ലെ ഓടുന്നു. ആ പീലുകളുടെ നൈർമല്യത തന്റെ മുഖത്ത് തഴിയ നിമിഷങ്ങളിലാണ് കാർത്തിക ഉണരുന്നതും.
ആ മയിൽപീലികളെ തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് അവൾക്ക് തോന്നിപ്പോയി. ആ പെൺകുട്ടി ആ പീലികളുമായി നടന്നു പോകുന്ന ചന്തം നോക്കി ഒരു നിമിഷം അവൾ നിന്നു. ആൾക്കൂട്ടത്തിലേക്ക് മാഞ്ഞ ആ നിഷ്കളങ്കത കാണാൻ ഒന്നുകൂടെ അല്പം തിരിഞ്ഞടന്ന കാർത്തിയെ കണ്ടത് ആ മയിൽപീലിയെ തഴുകി തലോടുന്ന ശിവയുടെ കൈവിരലുകളായിരുന്നു. ശിവ പീലികളിൽ തന്റെ കൈവിരൽ ഓടിച്ചപ്പോൾ കാർത്തികക്ക് തന്റെ കവിൾത്തടത്തിൽ പതിഞ്ഞ പോലെ തോന്നിപ്പോയി. ആ മയിൽപീലി അവൻ തഴുകുമ്പോൾ അവന്റെ മനസ്സിൽ എന്തായിരിക്കും? ശിവ ഇന്നും തന്നെ സ്നേഹിക്കുന്നുണ്ടാവുമോ? സ്നേഹത്തോട് ഓടിച്ചെന്ന് അവനെന്ന് കെട്ടിപ്പിടിച്ചാലോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. അവളുടെ മനസ്സിൽ ശിവ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാർത്തിക ശിവയെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് തന്റെ ഷോളെടുത്ത് പെട്ടെന്ന് മുഖം മറച്ചു. ശിവ ആ മയിൽപീലി തുണ്ടുകളോട് കഥ പറയുന്നതായി അവൾക്ക് തോന്നി. ചന്ദനക്കുറി തെളിഞ്ഞു നിൽക്കുന്ന ശിവയുടെ നെറ്റിത്തടം വിയർപ്പ് കണികയാൽ നിറഞ്ഞിരുന്നു. വെള്ളിക്കസൗകര വരച്ച മുണ്ടിൽ ശിവയുടെ നിഷ്കളങ്കത ഒന്നുകൂടെ നിറഞ്ഞു നിന്നു. മേൽ ബട്ടൺസുകൾ തുറന്നു കാട്ടുന്ന ആ ഇളം ചുവപ്പ് ഷർട്ടിലേക്ക് കാർത്തിക നോക്കിയപ്പോൾ മുന്നെങ്ങോ കോളേജിൽ വെച്ച് കൂട്ടുകാരികളോട് പറഞ്ഞുപോയ ആ വാക്കുകൾ പെട്ടെന്ന് ഓർമ്മ വന്നു. നാണമില്ലാത്തവൻ ഷർട്ടും തുറന്നിട്ട് നടക്കുക വഷളൻ. പലതവണ കാർത്തിക ചിന്തകളിൽ ശിവയെ പരുതി. അമ്മയുടെ കാർത്തു എന്ന വിളിയിൽ പരിസരബോധം തിരിച്ചു കിട്ടിയ കാർത്തിക അമ്മയെ പിൻപറ്റി മെല്ലെ നടന്നു നീങ്ങി. നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. ടാബ്ലറ്റിന്റെ സഹായത്തോടെ കാർത്തിക വീണ്ടും കട്ടിലേക്ക് മറിഞ്ഞു. ശിവയെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ പലതവണ കാർത്തികയെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർത്തിച്ചു. തന്റെ മുന്നിൽ ഇനി ഒന്നിനും അധിക സമയമില്ല. ശിവയുടെ മുന്നിൽ നിന്നും തനിക്ക് ഇനിയും ഒളിച്ചു നിൽക്കാൻ കഴിയുമോ? ശിവ പാർവതിയെ സ്നേഹിച്ചു തുടങ്ങിക്കാണുമോ? താൻ ഇനിയും അവർക്കിടയിൽ വേണമോ? എന്താണ് ചെയ്യേണ്ടത്? തന്നെ ഇപ്പോൾ കണ്ട ശിവ എങ്ങനെ പ്രതികരിക്കും? കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും? കാർത്തിക ഓരോന്നോർത്ത് കിടക്കുവാണ്. അമ്പലത്തിലെ കോളാമ്പിയുടെ സ്തുതികീർത്തനങ്ങൾ കേൾക്കാം. കാർത്തിക അത് ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കയിൽ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. അല്പസമയം കൂടെ അങ്ങനെ കിടന്ന കാർത്തിക മെല്ലെ എണീറ്റ് വാതിൽ തുറന്നുകൊണ്ട് പുറത്തോട്ടിറങ്ങി. ഹോട്ടൽ ഇടനാഴിൽ നിൽക്കുന്ന പാർവതിയെ കണ്ടപ്പോൾ കാർത്തികയ്ക്ക് അത്ഭുതം പോലെ തോന്നി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. പാർവതിയുടെ കണ്ണുകളിലെ താഴോട്ട് പതിക്കാൻ കാത്തിരിക്കുന്ന കണ്ണുനീർ തുള്ളികൾ കാർത്തിക പെട്ടെന്ന് ശ്രദ്ധിച്ചു. എന്തുപറ്റി പാർവതി, നീ കരയുമായിരുന്നോ? കാർത്തിക തിരക്കി. ഏയ് ഒന്നുമില്ല, ഞാൻ ഓരോന്ന് ഓർത്തു നിൽക്കുമായിരുന്നു. മുളം കമ്പിനാൽ പണിത ആ ചാരുബെഞ്ചിൽ പാർവതി ഇരുന്നു, ഒപ്പം കാർത്തികയും. ശിവയെക്കുറിച്ച് സംസാരിക്കാനെന്നോണം കാർത്തിക പാർവതിയോടായി ശിവയെ തിരക്കി. അറിയില്ല, പുറത്തോട്ട് പോയി. പാർവതി പറഞ്ഞു. പാർവതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വിഷമിപ്പിക്കാനല്ല, നിന്റെ മനസ്സറിയാൻ ചോദിക്കുന്ന. ആ കുട്ടിയെ ശിവ കണ്ടെത്തണമെന്ന് നിനക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? കാർത്തികയുടെ ചോദ്യം കേട്ട് മുഴുമിക്കുന്നതിന് മുന്നേ പാർവതി കാത്തിരുന്ന പോലെ പൊട്ടിക്കരഞ്ഞുപോയി. എനിക്കറിയില്ല കാർത്തിക. കഴിഞ്ഞ ദിവസം രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശിവേട്ടം പോയതും ആ കുട്ടിയെ അന്വേഷിച്ചായിരുന്നു. പൂനെയിൽ സെറ്റിൽഡായ ഏതൊരു മലയാളി ഫാമിലി ആക്സിഡന്റായി വൈണ്ടൂർ ഇഷാനി മെഡിക്കൽ സെന്ററിൽ ഇന്നലെ അഡ്മിറ്റായെന്ന്. അതിലൊരു പെൺകുട്ടിയുടെ പേര് കാർത്തിക എന്നായിരുന്നു. ഏതോ കൂട്ടുകാരൻ പറഞ്ഞതാ. അതന്വേഷിച്ചാ പുള്ളി ഇന്നലെ രാവിലെ പോയത്. എല്ലാ പെൺകുട്ടികളെ പോലെ ഞാനും. ശിവേട്ടന്റെ മനസ്സിൽ എന്നും ആ കുട്ടിയാണ്. മറ്റാർക്കും അവിടെ ഇടല്ല. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല കാർത്തിക. ശിവേട്ടൻ എന്നെ പെണ്ണാണാൻ വന്നുപോയ ആ ദിവസം ശിവേട്ടന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ചും ഏട്ടന്റെ മനസ്സിൽ ആ കുട്ടിയോടുള്ള ഇഷ്ടത്തിനെ കുറിച്ചും എല്ലാം പറഞ്ഞിരുന്നു. ഇനിയൊരു കൂട്ട് ഇല്ലിൽ ഏട്ടൻ എന്നേക്കായി നഷ്ടപ്പെടുന്നൊക്കെ അമ്മ പറഞ്ഞു. എല്ലാം കൊണ്ട് ഒഴിഞ്ഞു മാറാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെയൊരു ബന്ധം ഉണ്ടാകുമ്പോൾ ശിവേട്ടനെ എല്ലാം മറന്നുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ ഇന്നലെ രാത്രി ഏട്ടൻ അമ്പലപ്പറമ്പിൽ നിന്ന് കരയുന്നു കണ്ടപ്പോൾ സത്യമായി എങ്ങനെയും ആ കുട്ടിയൊന്ന് കണ്ടെത്തിയാൽ മതി എന്നായിരുന്നു. ഈ ഒരു ദിവസം മുന്നിലുണ്ട് കാർത്തിക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ശിവേട്ടനെ സ്നേഹിച്ച് പരിചരിച്ച് മരണം വരെ ജീവിക്കാൻ ഞാൻ തയ്യാറാ. ഇന്നലെ നാളെ എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുണ്ട്. ഇത് എനിക്കറിയില്ല എന്താ വേണ്ടെന്ന്. പാർവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാർത്തികയോടായി പറഞ്ഞു. കാർത്തികയുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ചുടുകണ്ണീരിന്റെ രുചിയറിഞ്ഞ ചുണ്ടുകൾ വിതുമ്പി. വാക്കുകൾക്കായി പരത്തുന്ന ഇരുവരും മൗനമായി തന്നെ ഇരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞു. കാർത്തിക ഒരു വാക്കുപോലും പറയാതെ മുറിക്കകത്തേക്ക് നടന്നു. കാർത്തിക ഒരു പ്രാന്തിയെ പോലെ പൊട്ടിക്കരഞ്ഞു. കണ്ണാടി വധിച്ച ആ ടേബിളിൽ മുഖം ചായച്ചു വെച്ചുകൊണ്ട് അവൾ തേങ്ങി. മനസ്സിലെ നൊമ്പരങ്ങൾ ദേഷ്യത്തിനും കുറ്റബോധത്തിനും ഭ്രാന്തമായ അവസ്ഥയിലേക്കും വഴിമാറി പൊട്ടിത്തെറിച്ചു പോയ കാർത്തിക പരിസരം മറന്നുകൊണ്ട് അലറിക്കരഞ്ഞു. തന്റെ മുന്നിലുള്ള സകലതും തട്ടിമറിച്ചിട്ടു. തന്റെ ഉള്ളിൽ നിന്നും താൻ പോലും അറിയാത്ത ഭാവത്തിലേക്ക് കല്യാണപ്പുടവും ആഭരണപ്പെട്ടിയും അവൾ വാരി വലിച്ചെറിഞ്ഞു. തലമുടിയിഴകളെ പിടിച്ചു പറിച്ചുകൊണ്ട് അവൾ കുതറിച്ചാടി. വലിച്ചെറിഞ്ഞ ആഭരണപ്പെട്ടി ചുമരിൽ വന്ന് പതിച്ച് പൊട്ടിപ്പിളർന്നു. ആഭരണങ്ങൾ തറയിൽ വിതറി വീണു. അവൾ നിധി പോലെ സൂക്ഷിച്ച ആ പെട്ടിക്കുള്ളിൽ നിന്നും ആ മയിൽപ്പീലി രൂപം കൊത്തിവെച്ച ആ മഷിപ്പേനയും ഒപ്പം തെറിച്ചുപോയി. എറിച്ചിലിന്റെ ആഘാതത്തിൽ തെറിച്ച ആ മഷിപ്പേന ഒന്ന് രണ്ടു വട്ടം തറയിൽ തട്ടി തെറിച്ച് താഴേക്ക് വീഴുന്നു.
എറിച്ചിലിന്റെ ആഘാതത്തിൽ ആ പേന വളരെ ദൂരത്തേക്ക് തന്നെ പതിച്ചിരുന്നു. ശക്തിയാൽ തട്ടി കറങ്ങി തളർന്ന പോലെ ആ പേന നടക്കുന്ന 2 കാൽച്ചെരുപ്പുകളിൽ തട്ടി നിന്നു. ഒപ്പം മയിൽപ്പീലി രൂപവും. കൊത്തിവെച്ച വാക്കുകളും കാണുന്ന തരത്തിൽ അത് ആ കാൽവിരലുകളെ ചുംബിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്നു. എന്റെ മയിൽപ്പീലിക്ക്. ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചിട്ട് തന്റെ കാൽച്ചൂട്ടിൽ നിന്നും ആ പേന കയ്യിലെടുത്തു. കുഞ്ഞുങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടം പോലെ പലതവണ തിരിച്ചു മറിച്ചു നോക്കി. അറിയാതെ ചുണ്ടുകൾ ചലിച്ചു. മന്ത്രാക്ഷരം പോലെ അവൻ ആ പേര് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. കാർത്തിക. കാർത്തിക. അവളുടെ പിറന്നാളിന് താൻ കൊടുത്ത അതേ മഷിപ്പേന. ഒരു നിമിഷം ഒന്ന് പകച്ചിരുന്നുകൊണ്ട് അവൻ സ്വയമേ തന്നെ ചോദിച്ചു, ഇതെങ്ങനെ? അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. ശിവ പരിസരം മറന്ന് ഓടി. ഹോട്ടൽ റിസപ്ഷൻ ഹാളിലെ തടസ്സങ്ങൾ ചാടിക്കടന്ന് അവൻ മുകളിലേക്ക് ഓടി. അവളെ ഒന്ന് കാണണം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കാർത്തിക അലമുറയിട്ട് കരഞ്ഞു. അവളൊരു ഉന്മാദാവസ്ഥയിലായിരുന്ന പോലെ. തനിക്ക് ചുറ്റുമുള്ള ലോകം തന്നെ ഒറ്റപ്പെടുത്തുന്നുവോ? തനിക്ക് ചുറ്റും ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ അട്ടഹസിക്കുന്നുവോ? നിമിഷങ്ങളുടെ വേഗത വളരെ കുറഞ്ഞ പോലെ അവൾക്ക് തോന്നി. അവൾ മെല്ലെ അടിവെച്ച് പുറത്തോട്ടിറങ്ങി. ആരെയോ തിരിയുന്ന ആ കണ്ണുകളിൽ കാർത്തിക സൂക്ഷിച്ചു നോക്കി. ശിവയാണ്. കാലയവനികകളിൽ പൊലിയാത്ത കാത്തിരിപ്പിന്റെ സുഖത്തിനു വിരാമം. നിമിഷങ്ങൾ തന്നെ വേണ്ടി വന്നു ശിവക്ക് യാഥാർത്ഥ്യത്തിന്റെ തിരിച്ചറിവുണ്ടാവാൻ. അടിവെച്ച കാലുകളെ നിയന്ത്രിക്കാൻ ഇരുവർക്കും സാധിച്ചില്ല. അവളുടെ ചൂടുകണ്ണീനാൽ നനഞ്ഞ കവിൾത്തടത്തിൽ വല്ലാത്തൊരു ഭയം വന്ന് നിറയുന്ന പോലെയാണ് ശിവക്ക് തോന്നിയത്. തന്റെ സങ്കല്പ കൊട്ടാരത്തിലെ റാണിയായിരുന്നവൾ. ഒന്ന് കാണാൻ കൊതിച്ചിരുന്ന മുഖം, തേടിയറിഞ്ഞിരുന്ന കണ്ണുകൾ. ശിവ എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. വിങ്ങിപ്പൊട്ടിയ ഹൃദയമായി നിൽക്കുന്ന കാർത്തിക 2 കൈകളും കൂപ്പി ശിവക്ക് മുന്നിൽ നിൽക്കുന്നു. ഹൃദയത്തിലെ ചിന്തകളെ വാക്കുകളാക്കാനുള്ള ശക്തി നാവുകൾക്കില്ലായിരുന്നു. ആ മുഖത്ത് നിന്നും ഒന്നും വായിക്കാൻ ശിവക്കും കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. എനിക്കൊന്നും അറിയില്ലായിരുന്നു. സ്നേഹം കൊണ്ട് പകരം വയ്ക്കാൻ എനിക്കിനി ആവില്ല. എന്റെ ഈ ജീവൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കായി മാറ്റിവെക്കാൻ എന്നെ ശപിക്കരുത്. വിറച്ച് അവൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കൂപ്പിയ കൈകളോടെ അവൾ ശിവയുടെ കാലുകളിലേക്ക് ഊർന്നു വീണു. ഓർമ്മകൾ മായുന്നത് അവൾ തിരിച്ചറിഞ്ഞു. ഇരുട്ടിന്റെ ഗാംഭീര്യം അവളുടെ കണ്ണുകളിൽ ആധിപത്യം സൃഷ്ടിച്ചു കഴിഞ്ഞു. കാലുകളിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കാർത്തിക അങ്ങനെ കിടന്നു. കൂമ്പിയടഞ്ഞ കണ്ണുകളിൽ നിന്നും അപ്പോഴും ചുടുകണ്ണീർ മത്സരബുദ്ധിയോടെ പായുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ശിവ ഒരു നിമിഷം മറന്നു നിന്നു. ശിവ കാർത്തികയുടെ കവിളിൽ മെല്ലെ തട്ടി അവളെ ഉണർത്താൻ വിഫലമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. തന്റെ കാൽക്കീഴിൽ തളർന്നു കിടക്കുന്ന അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ശിവ കാർത്തികയെ വാരിയെടുത്തു. കാർത്തികയെ തോളത്ത് ചായച്ചു കിടത്തിക്കൊണ്ട് ശിവ മെല്ലെ എണീറ്റു. കൺമുമ്പിൽ പാർവതി. ശിവക്ക് ഒരേ സമയം ഞെട്ടലും ആശ്വാസവും തോന്നിയ പോലെ. പാർവതി, കാർത്തിക ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ കാർത്തിക. ആ മനസ്സിലായി ഏട്ടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, വാ പിടിക്ക്. സ്ഥലകാലബോധം വന്ന പോലെ ശിവ ഞെട്ടിയണീറ്റ് കാർത്തികയെ തോളത്തെടുത്തുകൊണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് പാഞ്ഞു. ശിവ എത്തുന്നതിന് മുന്നേ പാർവതി കാർ ഡോർ തുറന്നുകൊണ്ട് കാർത്തികയെ ഉള്ളിലോട്ട് കയറ്റാൻ സൗകര്യമൊരുക്കി. ശിവ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പാഞ്ഞു. അക്ഷമയോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശിവ അതിവേഗത്തിൽ കാർ വായിച്ചു. പേടിച്ചരണ്ട ഭാവത്തോടെ പാർവതി കാർത്തികയുടെ തല തന്റെ മടിയിൽ കയറ്റി വെച്ചുകൊണ്ട് വാത്സല്യത്തോടെ തന്നെ അവളുടെ മുടികളിൽ മെല്ലെ തലോടി. കാർ ഞെരുക്കത്തോടെ ഹോസ്പിറ്റൽ ഏരിയയോട്ട് കടന്നു നിന്നു. പാർവതി ഡോർ തുറന്നു സ്ട്രക്ചർ മുന്നിക്കൊണ്ട് 2 പേർ വന്നു നിന്നു. ശിവ കാർത്തികയെ കാറിൽ നിറക്കി മെല്ലെ സ്ട്രക്ചറിൽ കിടത്തി. ശിവ അവരോടൊപ്പം കുറച്ചു ദൂരം സ്ട്രക്ചർ ഉന്തിക്കൊണ്ട് നീങ്ങി. ഡോക്ടർ അക്ഷമയോടെ പരസ്പരം സംസാരിക്കുന്നു. മരുന്നുകുപ്പികളും ഇഞ്ചക്ഷൻ സിറിഞ്ചുമായി നഴ്സുമാർ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. നേരിയ ഭയം ശിവയിലും പാർവതിനും തോന്നാതിരുന്നില്ല. ഇടയ്ക്ക് ആരൊക്കെയോ വന്ന് പേഷ്യന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുമുണ്ട്. 15 മിനിറ്റോളം ഇരുവരും നീറുന്ന ചിന്തകളുമായി നടന്നു. ഡോക്ടർ വിളിക്കുന്നുണ്ട്. നേഴ്സിന്റെ ആ വിളിയിൽ ശിവയും പാർവതിയും പരസ്പരം നോക്കിക്കൊണ്ട് മൗനമായിരുന്നു. പോയി സംസാരിക്കേട്ടാ, പാർവതി പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി. ശിവ കയറിപ്പോന്ന് നോക്കി പാർവതി ആ ചുമലിൽ ചാരി നിന്നു. 5 മിനിറ്റിന് ശേഷം ശിവ പുറത്തു വന്നു. എന്താ ഏട്ടാ പറഞ്ഞത്? കാർത്തിക് എന്താ? ഡോക്ടർ എന്തു പറഞ്ഞു? യാന്ത്രികമായി ശിവ പാർവതിയോടായി പറഞ്ഞു. അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റാ. അത് പറയുമ്പോൾ ശിവയുടെ നാവ് കുഴയുകയായിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റോ? എന്തിന്? അല്പസമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം അവൾ തുടർന്നു. ഏട്ടാ, ആ ഡയറി കുറിപ്പുകൾ അവൾ വായിച്ചിട്ടുണ്ട്. അവളുടെ കല്യാണമാണ് നാളെ. ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ഏട്ടൻ്റെ കാര്യങ്ങളെല്ലാം അവളുമായി ഷെയർ ചെയ്തായിരുന്നു. സോറി ഏട്ടാ, എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഒന്നും പറയാതെ ശിവ പാർവതിക്കരികിൽ നിന്നു. ഒരാൾ കയറി കണ്ടോളൂ, അധികം സംസാരിപ്പിക്കണ്ട. അതും പറഞ്ഞ് നേഴ്സ് നടന്നു നീങ്ങി. ശിവ പതിയെ കാർത്തികയുടെ അടുക്കിലേക്ക് പോയി. പാതിയടഞ്ഞ കാർത്തികയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ശിവ ഇരുന്നു. വിതുമ്പലുകളും തേങ്ങലുകളും നിറഞ്ഞ നിമിഷങ്ങൾ. ഏറ്റുപറച്ചിലും ഓർമ്മ പുതുക്കലുമായി നിമിഷങ്ങൾ വളരെ വേഗത്തിൽ കൊഴിഞ്ഞുപോയി. മൗനം വിതച്ച നിശബ്ദതക്കൊടുവിൽ ശിവമെല്ലെ അവളോടായി പറഞ്ഞു തുടങ്ങി. ഒരുപാട് അന്വേഷിച്ചിരുന്നു തന്നെ.
എവിടേക്കോ ഞാൻ പോലും അറിയാതെ എപ്പോഴും ഉള്ളിൽ കയറിപ്പോയൊരു മുഖം അന്വേഷിച്ച് അലഞ്ഞു. മനസ്സിൽ നിന്ന് പെട്ടെന്ന് മായ്ക്കാനോ മറക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. കണ്ട സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാം പാഴായെന്ന് വിശ്വസിക്കാനും പറ്റിയില്ല. താൻ പോയപ്പോൾ ഒന്ന് നോർമലാവാൻ തന്നെ ഒരുപാട് ടൈം എടുത്തു. അടുത്തില്ലെങ്കിലും തൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു എനിക്ക്. കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ മറക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചതാ, പറ്റിയില്ല. ഓർമ്മകൾ കുറേ നാൾ കൊണ്ടുനടന്നു. ആഗ്രഹങ്ങൾക്കല്ലല്ലോ, സാഹചര്യങ്ങൾ കാണണം ഇപ്പം എല്ലായിടത്തും മുൻതൂക്കം. ഒന്ന് കാണുന്നുണ്ടായിരുന്നു, മനസ്സിൽ കൊണ്ടുനടന്നു സങ്കല്പിച്ച് കൂട്ടിയതൊക്കെ തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഇവിടെ ഇതുപോലെ സിറ്റുവേഷൻ. പോട്ടെ, എൻ്റെ പ്രതീക്ഷയും ആശ്വാസമെല്ലാം ഇപ്പൊ പുറത്തു നിൽക്കുന്നവളില്ല. അവളെൻ്റെ പാതിയാകുന്നതിന് മുന്നേ തന്നെ മനസ്സിൻ്റെ ഭാരമില്ലാണ്ടാവണം. തന്നെ കണ്ടെത്തിയെല്ലാം തുറന്നു പറഞ്ഞ് സ്വയം ഒന്ന് തൃപ്തിയാവണമെന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ചതിന് പകരം എനിക്ക് ദൈവം തന്നത് അവളെ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കുന്ന അവളെ ഇനി അവളെ ഞാൻ വേദനിപ്പിച്ച അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ക്രൂരതയായിപ്പോകും. അതിനെനിക്ക് കഴിയേയില്ല. എല്ലാം ഒന്ന് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. താൻ എല്ലാം അറിയണമെന്ന്. പറയേണ്ടതെല്ലാം ആ ഡയറിയിലുണ്ട്. അതായിരുന്നു എൻ്റെ മനസ്സ്. അതിപ്പോൾ അവളില്ല. പാർവതി, ഇയാൾ വിഷമിക്കണ്ട, ഞാൻ ഹാപ്പിയാ. ഒരുപാട് സന്തോഷത്തിൽ. ഇനിയെന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സുഹൃത്തായി ഇനി എന്നും കാണും ഞാനും അവളും തന്നോടൊപ്പം. വിഷമിക്കരുത്, ആരും ഓർത്തു. വിധിയാണ്, നല്ലത് മാത്രം വരട്ടെ. എന്നും എൻ്റെ പ്രാർത്ഥന കാണും. ഇത്രയും പറഞ്ഞ് ശിവ മെല്ലെ എണീറ്റു. കാർത്തിക പെട്ടെന്ന് ശിവയുടെ കൈവെള്ളയിൽ നിന്ന് അമർത്തി പിടിച്ചു. എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ ഓക്സിജൻ മാസ്കിന്റെ ഇടയിലൂടെയും വിതുമ്പുന്ന ചുണ്ടുകളെ ശിവ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. മനഃപൂർവ്വം അല്ലേലും എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി, എന്നോട് ക്ഷമിക്കണം. കവിൾത്തട്ടിൽ നിറഞ്ഞ കണ്ണുനീരിൽ ശിവ അവളുടെ നിസ്സഹായത തിരിച്ചറിഞ്ഞ പോലെ അവളുടെ കൈവിരലിൽ ഒന്നുകൂടെ ഒന്ന് മെല്ലെ പിടിച്ച് അമർത്തി മെല്ലെ ശിവ എണീറ്റു. ട്രെയിനിൽ വെച്ച് പാർവതിയുടെ കയ്യിൽ നിന്ന് ആ ഡയറി മേടിച്ച് വായിച്ചു. യാദൃച്ഛികമായിട്ട് അപ്പം അവിടെ കണ്ടപ്പോഴാണ് ആ ഡയറിയിൽ ആ പെണ്ണ് അത് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, എന്നെ വെറുക്കരുത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം അറിഞ്ഞപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിപ്പോയി. ആരെയും ചതിക്കാനോ സ്വയം വഞ്ചിച്ച് ജീവിക്കാനോ തോന്നിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതാ ഇങ്ങനെ ഒരു... കാർത്തികക്ക് മുഴുമിക്കാൻ സാധിച്ചില്ല. ആ പോട്ടെ, ഇനി അങ്ങനെ മണ്ടത്തിലൊന്നും കാണിച്ചേക്കരുത്. നാളെ മുതൽ പുതിയ ജീവിതത്തിലേക്ക് കടക്കുക. ഈ കണ്ണീരിൽ എല്ലാം ഒലിച്ചു പോട്ടെ, എല്ലാം നല്ലതായി വരും. റെസ്റ്റ് എടുക്ക്, ഞാൻ ഇറങ്ങാം, കാണാം. ശിവ മെല്ലെ ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. കാർത്തികയുടെ ബന്ധുക്കളെല്ലാം ആ വരാന്തയിൽ നിറഞ്ഞിരിപ്പുണ്ട്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പാർവതി ഓടി ശിവക്കരികിലെത്തി. ശിവ ഒന്നും പറയാതെ പാർവതിയുടെ കണ്ണുകളിൽ ഒരു നിമിഷം നോക്കി നിന്നു. കരഞ്ഞു കറങ്ങിയ കണ്ണുകളിൽ പടന്ന കൺമഷി അവളെ ഒന്നുകൂടെ സുന്ദരിയാക്കിയ പോലെ. ചുറ്റുമുള്ള ആൾക്കൂട്ടത്തെ വകവെക്കാതെ, ഒന്നിനും ചെവി കൊടുക്കാതെ ശിവ പാർവതി ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ആ നെറ്റിത്തടത്തിൽ ഒന്ന് മെല്ലെ ചുംബിച്ചു. വിടർന്ന കണ്ണുകൾ ഒന്നുകൂടെ തിളങ്ങി. പാർവതി ചിരിയിൽ നിറഞ്ഞ കണ്ണീരിനെ മെല്ലെ ഒളിപ്പിച്ചിരുത്തിക്കൊണ്ട് അവൾ ശിവയോട് ചോദിച്ചു, കാർത്തിക എന്താ പറഞ്ഞേ? ശിവ പാർവതി നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ പുറത്തേക്ക് നടന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശിവയുടെ തോളത്ത് ചാഞ്ഞിരുന്നുകൊണ്ട് പാർവതി ദീർഘനിശ്വാസം പോലെ ഒന്ന് അമർന്നിരുന്നു. എടോ, ഇയാളിത് ഏത് ലോകത്താ? തന്റെ തോളത്ത് ശിവയുടെ കൈ വന്ന് തട്ടിയപ്പോഴാണ് പാർവതി സ്വപ്നലോകത്തുനിന്ന് ഉണർന്നത്. ചിന്തകൾക്ക് വിരാമം. നാദസ്വര ഉച്ചത്തിലായിട്ടും താൻ അറിഞ്ഞില്ലാലോ. പാർവതി തല എത്തിച്ചു നോക്കി. കുറച്ചകലെ കല്യാണ വേഷത്തിലിരിക്കുന്ന കാർത്തികയും അരവിന്ദും. പാർവതി കൈകൂപ്പി പ്രാർത്ഥനയോടെ കണ്ണുകളടച്ചു. കൊട്ടും കുരവയും ഉയർന്നു. മംഗല്യ സൂത്രങ്ങളുടെ അകമ്പടിയോടെ ശിവ താലിമാലയെടുത്ത് പാർവതിയിൽ ചാർത്തി. ഒരു നുള്ളു കുങ്കുമച്ചുവപ്പ് അവൻ അവളിൽ അണിയിച്ചു.